ഞാൻ കേരളത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മകളിലൊന്ന് ഒരു ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ. അയാൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. എൻ്റെ അടുത്തുള്ള, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്, എറണാകുളം. കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നിങ്ങൾ പലരോടും പഠിക്കും, എനിക്കറിയാം. നിങ്ങൾ സയൻസിലൊക്കെ താല്പര്യമുള്ളവർ. ആ യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു ശാസ്ത്രജ്ഞൻ ഒരിക്കൽ അയാളെ കൊണ്ട് ഞാൻ കേരളം കാണിക്കാൻ കൊണ്ടുപോകാൻ എനിക്കാണ് ചുമതല കിട്ടിയത്. ഇദ്ദേഹത്തെയും കൊണ്ട് കേരളത്തിൻ്റെ കിഴക്കേ അറ്റത്ത് സഹ്യപർവ്വതത്തിൻ്റെ മുകളിൽ കാന്തല്ലൂർ എന്ന് പറയുന്ന മൂന്നാറിനൊക്കെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവിടെ വരെ കൊണ്ടുപോയി ഇയാളെ ഞാൻ താഴേക്ക് കൊച്ചിയിലെ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വണങ്ങാൻ. ഇദ്ദേഹം ഒരു ചെറിയ നോട്ട് ബുക്കിൽ എന്തൊക്കെയോ കുറിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ വഴിയാണോ നോക്കണേ, ഇവിടെ സ്ഥലപ്പേരാണോ? നമ്മളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലപ്പേരുണ്ടാവില്ലേ, അങ്ങനെ സ്ഥലപ്പേര് എഴുതിയെടുക്കുകയാണെന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്കറിയാം, നിങ്ങൾ പറയണ്ട. അല്ലല്ല, അയാളൊരു 3-3.5 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്ത് കൊച്ചിയിലെത്തുന്നു. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന കൊച്ചിയുടെ ബീച്ചിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എഴുതിയിരുന്നത്, എന്നോട് പറയാമെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ 3.5 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര മൈക്രോ ക്ലൈമാറ്റിക് സോണിൽ കൂടി നാം പോയി എന്നറിയാമോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ വലിയ പരിസ്ഥിതി പ്രവർത്തകനാണ്, ജ്ഞാനിയാണെന്നൊക്കെയാണ് എൻ്റെ ധാരണ. അപ്പോൾ അയാൾ പറഞ്ഞു, 6 മൈക്രോ ക്ലൈമാറ്റിക് സോണിൽ കൂടി ഞാൻ കടന്നുപോയി. വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകൾ ഒരു ദിവസം 3.5 മണിക്കൂറിനകം കാറിൽ യാത്ര ചെയ്ത് 6 വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലയിലൂടെ നമ്മൾ കടന്നുപോയിന്നാണ്. കാന്തല്ലൂർ വനത്തിന് മുകളിലുള്ള സ്ഥലം, മൂന്നാറെത്തുമ്പോൾ ഏലത്തോട്ടം, ഇത് എവിടെ വന്നാലും ഉണ്ട്. ഇപ്പം നിങ്ങൾ നിലമ്പൂർ അല്ലെങ്കിൽ കാടുകളിൽ നിന്ന് വന്നാൽ, അല്ലെങ്കിൽ സൈലന്റ് വാലിയിൽ നിന്ന് വന്നാൽ, അങ്ങനെയൊക്കെ ഇതൊക്കെ കാണാം. ഞാൻ മൂന്നാറിൽ പറഞ്ഞ് ഞാനവിടെ പോയതുകൊണ്ടാണ്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥ, വ്യത്യസ്തമായ ഭൂപ്രകൃതി, അതല്ല പ്രശ്നം. വ്യത്യസ്തമായ പൂക്കൾ. ആദ്യം മോളിൽ കണ്ട പൂവല്ല താഴെ കാണുന്നത്, അതിൻ്റെ താഴെ വരുമ്പോൾ പിന്നെയും, അത് കഴിഞ്ഞ് തീരദേശത്ത് എത്തുമ്പോൾ വേറെ തരത്തിലുള്ള പൂവാണ്. വ്യത്യസ്തമായ ജലാശയങ്ങൾ, വ്യത്യസ്തമായ ബട്ടർഫ്ലൈസ്. നിങ്ങൾ ഒരാൾ ബട്ടർഫ്ലൈയെ കുറിച്ചൊരു റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടു. എത്ര തരം ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പൊ വ്യത്യസ്തമായ ബട്ടർഫ്ലൈസ്, വ്യത്യസ്തമായ മനുഷ്യരുടെ ഭാഷ, ഭക്ഷണം. കുറഞ്ഞ 3.5 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം, ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇത്രയും മൈക്രോ ക്ലൈമാറ്റിക് സോണിൽ കൂടി നിങ്ങൾക്ക് കാണണമെങ്കിൽ അമേരിക്കയിൽ 3 ദിവസം വിമാനത്തിൽ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിലേ, കാന്തല്ലൂർ പോലുള്ള ഒരു സ്ഥലം കണ്ടിട്ട് മൂന്നാർ പോലുള്ള ഒരു സ്ഥലത്തിലേക്ക് എത്തണമെങ്കിൽ 6 മണിക്കൂർ വിമാനത്തിൽ യാത്ര ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട് അത്രത്തോളം വൈവിധ്യമുള്ള, അത്രത്തോളം ഭംഗിയുള്ള സുന്ദരമായ ഒരു നാടാണ്. ഇപ്പോൾ കോട്ടക്കൽ നമുക്കറിയാലോ, ആയുർവേദത്തിന്റെ കേന്ദ്രമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിൽ ആയുർവേദം വളരെ അഭിമാനമുള്ള ഒരു ശാസ്ത്രമാണ്. ലോകത്തിൽ നിന്ന് തന്നെ വലിയ കളിക്കാരും ആളുകളൊക്കെ പരിക്ക് പറ്റിയാൽ ഇവിടേക്ക് വന്ന് ചികിത്സിക്കും. ഇന്ത്യ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് വരെ വരാം വേണമെങ്കിൽ ഇവിടെ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ആയുർവേദം എത്ര ഗംഭീരമായത്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് റിസർച്ച് സബ്ജക്റ്റാണ്. എന്താ കാര്യം എന്നറിയാം? കേരളത്തിലെ ജൈവ വൈവിധ്യമാണ്. ആയുർവേദത്തിന് വേണമെങ്കിൽ പലതരം ചെടികൾ വേണം അല്ലേ? ഇങ്ങനെ ആയുർവേദം മരുന്നുണ്ടാക്കണേ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പല ചെടി, വേര്, കായ, പൂവ്, അങ്ങനെ സാധനങ്ങൾ ചേർത്തിട്ടാണ്. ഏത് മരുന്നും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഏത് മരുന്നും ഒരു നാട്ടുപുറത്തെ ഒരു വീട്ടമ്മയ്ക്ക് 1/2 മണിക്കൂർ കൊണ്ട് ഒരു കഷായത്തിന് വേണ്ട മുഴുവൻ മരുന്നും കണ്ടെത്താൻ പറ്റും. എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. എനിക്ക് പനി വരുമ്പോൾ കുട്ടിയായിരിക്കും ഒരു കഷായം എഴുതിയാൽ ഏത് സാധനം അവിടുന്ന് പറിക്കാം. ഇതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് കൂടി വന്നാൽ കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരു സാധനമോ 2 സാധനവും ഉണ്ടാവും, ബാക്കി ഒന്നും ഉണ്ടാവില്ല. കഷായം ഉണ്ടാക്കാനുള്ള മുഴുവൻ സാധനവും ചെടികളും ചുറ്റും ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ ജൈവ വൈവിധ്യം. അതുകൊണ്ടാണ് കേരളത്തിൽ ആയുർവേദം എത്ര ഫേമസ് ആയത്. ആയുർവേദം മരുന്ന് വേണ്ടേ? മരുന്ന് കിട്ടുന്ന ഒരു സ്ഥലം, എല്ലാ ചെടികളും വളരുന്ന ഒരു സ്ഥലം. ഞാൻ പറഞ്ഞു വന്നത്, സുന്ദരമാണ് കേരളം, സമ്പന്നമാണ് കേരളം. പക്ഷേ സുന്ദരമായതൊക്കെ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ തന്നെ ഫ്രജൈലാണ്, ദുർബലവുമാണ്. ഈ നേരത്തെ പറഞ്ഞ
പച്ചയാം ബെരിപ്പിട്ട് സഖ്യനിൽ തലവച്ചും എന്നൊക്കെ പറഞ്ഞ് വള്ളത്തോട് എഴുതിയിട്ടുള്ള പഴയ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തെ പോയട്രി. അവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോന്ന് വളരെ പെട്ടെന്ന് കടലോരത്തെത്തുന്ന ഈ ഭൂപ്രകൃതി സമ്പന്നമാണ് എന്നതുപോലെ ദുർബലവുമാണ്. എന്താ കാര്യം? പശ്ചിമഘട്ടം വലിയ സമ്പന്നം, ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിന്റെ സമ്പന്നത അതാണ്. ധാരാളം മഴ പെയ്യും, അത് വനത്തിലിറങ്ങും, വനത്തിലൂടെ മണ്ണിലിറങ്ങും, അത് ഉറവയായി അരുവി. നമ്മളിപ്പോ ഒരു പുഴ കാണുന്നുണ്ടെങ്കിൽ അത് ആദ്യം മുതൽ ആ പുഴ അങ്ങനെയല്ല. നിങ്ങൾ ആരെങ്കിലും ഒരു പുഴയുടെ ചാലിയാറിന്റെ അറ്റത്ത് പോയി നോക്കിയാൽ കുഞ്ഞു 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 നീരറോകളാണ്, കുഞ്ഞരുവികൾ ഇങ്ങനെ ചേർന്ന് അങ്ങനെ വലുതായി വലിയാവും. അതിനിടയിൽ ഒരു ഉറവ വരും താഴെ കൂടി. അതെവിടെയാ? മഴയിൽ പെയ്യുന്ന വെള്ളം മണ്ണിലിറങ്ങി ഉറവയായിട്ട് വരും. അപ്പൊ അങ്ങനെ ധാരാളം വെള്ളം കിട്ടും. അതുപോലെ തന്നെ പ്രശ്നമാണ്, വലിയ മഴ പെയ്താൽ ആ പശ്ചിമഘട്ടം ദുർബലവുമാണ്. ഇപ്പൊ നമ്മൾ കാലാവസ്ഥ മാറ്റമല്ലേ നമ്മൾ പറയണേ. കാലാവസ്ഥ മാറ്റത്തിന്റെ പ്രത്യേകത എന്താ? ഈ കാലാവസ്ഥ മാറ്റം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പൊ അതിന് വേറൊരു വാക്കാണ്, ക്ലൈമറ്റ് ക്രൈസിസ്, ക്ലൈമറ്റ് ചലഞ്ച് എന്നാണ്. കാലാവസ്ഥ ഇപ്പൊ ഒരു മാറ്റമൊന്നുമല്ല, കാലാവസ്ഥ ഒരു വെല്ലുവിളിയാണ്. നമുക്ക് കാലാവസ്ഥ. നിങ്ങൾ കുട്ടികളൊക്കെ കാണാൻ പോണുള്ളൂ. നിങ്ങളൊക്കെ ഒരു നിലയ്ക്ക് ഭാഗ്യമുള്ളവരാ. 2018 മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ, വയനാട് ദുരന്തം വരെയുള്ള 5-6 വർഷം കേരളത്തിലുണ്ടായ കാലാവസ്ഥ മാറ്റം, അതുകൊണ്ടുണ്ടായ ദുരന്തങ്ങൾ നേരിട്ട് കണ്ട ആളുകളാണ്. അത് പ്രളയമാവാം, ഉരുൾപൊട്ടലാവാം, ഇനി ഇതൊന്നും അല്ലാത്തൊരു സംഗതി വരുന്നുണ്ട്, മഴയില്ലാത്തൊരു കാലം വരും. മഴ വന്നാൽ പ്രളയം, അയ്യോ മഴ വരല്ലേ എന്ന് വിചാരിക്കരുത്. മഴയില്ലാത്ത ഒരു കാലം വന്നാൽ വർഷമില്ലാത്ത വർഷം എന്ന് പറയും. വർഷമില്ലാത്ത വർഷം വരും. അങ്ങനെ വന്നാൽ ഇതിനേക്കാൾ ദുരന്തമാണ്. ഇപ്പൊ വിചാരിക്കണ മാതിരിയല്ല. അപ്പോ കാലാവസ്ഥ വ്യതിയാനം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ, നേരത്തെ ഇവർ പറഞ്ഞ പോലെ, നേരിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം, സമ്പത്ത്, കൃഷി, സുഖം, സൗകര്യം എല്ലാം നശിപ്പിക്കും. നമ്മൾ വിചാരിക്കില്ല. 2018 ആരും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രളയം വരുമെന്ന്. ഇനിയിപ്പോ നമുക്കറിയാം പ്രളയം വരാൻ വഴിയുണ്ടെന്ന്. പക്ഷെ പ്രളയമല്ല, ഇനി വേറെ ഒന്നും വരാം, ഉരുൾപൊട്ടൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിന് പല കാരണങ്ങളുണ്ട്. പശ്ചിമഘട്ടം മാത്രമല്ല, പശ്ചിമഘട്ടത്തിൽ ഈ കാലാവസ്ഥ മാറ്റത്തിന് കാരണക്കാരാവുന്ന വേറൊരാളുണ്ട്. അത് അറബിക്കടലിലുണ്ടായ മാറ്റം. ശരിക്കും കാലാവസ്ഥ മാറ്റം മലയിലുണ്ടാവുന്നതിനേക്കാൾ കടലിലുണ്ടാവും. എന്താ കാര്യം? ലോകത്തിലെ എല്ലാ കടലിലും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുക. നിങ്ങൾ ലോകത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? എല്ലാ കടലും തമ്മിൽ ബന്ധമുണ്ട്. 5 മഹാസമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പസഫിക് അറ്റ്ലാന്റിക്കുമായിട്ട് ബന്ധമുണ്ട്, അറ്റ്ലാന്റിക് ആർട്ടിക്കുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ അന്റാർട്ടിക്കുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ കടലും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാലാവസ്ഥ മാറ്റം കൊണ്ട് സംഭവിക്കുന്നത്? ലോകത്ത് ചൂട് കൂടുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? ചൂട് കൂടുമ്പോ മഞ്ഞുരുകും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്നും പഠിപ്പിക്കാൻ വന്നല്ല എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയണം. മഞ്ഞുരുകും. ആർട്ടിക് എന്ന് പറയുന്ന നമ്മുടെ ധ്രുവങ്ങളിലെ മഞ്ഞുകട്ട അത് ഉരുകി കടലിലേക്ക് വന്ന് ചേരും. കടലിന്റെ നിരപ്പ് ഉയരും. കടലിന്റെ നിരപ്പ് ഉയരുന്നത് മാത്രമല്ല, കടലിന്റെ താപനില മാറും. കാരണം ഐസ് വന്നാൽ തണുത്തു പോയില്ലേ കടൽ. ചില ഭാഗത്ത് തണുക്കും, ചില ഭാഗത്ത് ചൂട് കൂടും. സമുദ്രത്തിൽ നമ്മുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന എന്താന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഈ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയും. സമുദ്രത്തിനകത്ത് അല്ലേ ഇങ്ങനെ എന്താ പറയാ, വേവ്സ് അല്ല, എന്താ പറയാ, കറന്റ്സ്, ഓഷ്യൻ കറന്റ്സ്. ആ ഓഷ്യൻ കറന്റ്സ് മാറും. ഓഷ്യൻ കറന്റ്സ് മാറുമ്പോൾ അവിടെ ചൂടുണ്ടായിരുന്ന സ്ഥലത്ത് തണുപ്പാവും, തണുപ്പുണ്ടായിരുന്ന സ്ഥലത്ത് ചൂടാവും. നമ്മുടെ അറബിക്കടൽ വല്ലാതെ ചൂടായിരിക്കുന്നു. ദേഷ്യപ്പെട്ട് ചൂടാവുകയല്ല, നമ്മൾ അങ്ങനെ പറയില്ല. അത് ചൂടായി, അങ്ങനെയല്ല, ലേശം ദേഷ്യം ഉണ്ടെന്ന് വെച്ചോളൂ അറബിക്കടൽ. ആ ദേഷ്യം കൊണ്ട് എന്ത് പറ്റി? അറബിക്കടൽ വലിയ തോതിൽ ഈ എന്താ പറയുക, മുമ്പ് ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ കാലാവസ്ഥയെ കുറിച്ച് പഠിച്ചാൽ, കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് എപ്പോഴും ന്യൂനമർദ്ദം ഉണ്ടാകും. അങ്ങനെ നമ്മൾ പറയാം, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, കേരളത്തിൽ മഴ പെയ്യുന്നത്. ഇപ്പം അങ്ങനെയല്ല.
ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തിയും ഉണ്ടാകുന്നു. തോണി, പാത്തി തുടങ്ങിയ ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി എന്ത് സംഭവിക്കും? അറബിക്കടലിൽ നിന്ന് വരുന്ന മേഘം അതിവേഗം എന്ന് മാത്രമല്ല, വലിയ കൂമ്പാര മേഘങ്ങൾ നമ്മൾ പറയും. കൂമ്പാര മേഘങ്ങൾ. മേഘം വലുതായ എന്താ കുഴപ്പം? മേഘമണി വെള്ളം താഴേക്ക് വിടണേ അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കടലിൽ നിന്ന് ഇങ്ങനെ വലിയ മേഘം വെള്ളമായിട്ട് നീരാവിയായിട്ട് ഇങ്ങനെ വന്ന് പെയ്യുന്നതാണ്. തണുക്കുമ്പോഴാണ് അത് മഴയാവുന്നത്. ഇപ്പൊ എന്താ പ്രശ്നം? വലിയ മേഘങ്ങളാ വരുന്നത്. അറബിക്കടൽ ചൂടായതുകൊണ്ട് ആ വലിയ മേഘം ചിലപ്പോൾ അത് സഹ്യപർവ്വതത്തിലൊന്നും എത്താൻ പറ്റില്ല. എവിടെ വേണീ പെയ്യാം. അതിതീവ്ര മഴ എന്നൊക്കെ ഒരു പേര് പറയും. ഒരു മണിക്കൂറിൽ 10 സെന്റിമീറ്റർ അതിൽ കൂടുതൽ മഴ പെയ്യും. ഒരു ദിവസം ഇത്ര മഴയൊക്കെ പെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 10 സെന്റിമീറ്റർ മഴ ഇവിടെ പെയ്താൽ എന്ത് സംഭവിക്കും? ഇപ്പോ നമ്മൾ വിചാരിക്കില്ലേ, നമ്മൾ സ്കൂളിൽ ഇരിക്കണേ, മോളിലാണ് ഇരിക്കണെന്നൊക്കെ. ഇവിടെ വെള്ളം പൊങ്ങാം. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ മോളിലായിരിക്കണേ. എവിടെയും പ്രളയം ഉണ്ടാവാം. കാരണം അവിടെ പെയ്യുന്ന മഴയാണ്. ഇപ്പൊ കോട്ടയ്ക്കൽ ഇപ്പൊ 10 സെന്റിമീറ്റർ മഴ പെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ പുത്തൂര് ഈ മലയുടെ മുകളില് കുന്നിന്റെ മുകളിൽ 10 പെയ്യാൽ ഇത് ഇവിടെ മുങ്ങിപ്പോകും. അപ്പൊ ഞാൻ കാലാവസ്ഥ മാറ്റത്തിന്റെ പ്രത്യേകത പറഞ്ഞ ചോദ്യം ഇതാണ്. കാരണം ഇത് പറയാതെ ഇനി ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് ബേസിക്കായ കേരളത്തിലെ കാര്യം പറഞ്ഞ്. കിഴക്കൻ മലകളിൽ ഇത് പെയ്യുമ്പോൾ നമ്മുടെ മലകളുടെ പ്രത്യേകത എന്താ അറിയും? നമ്മുടെ മല എങ്ങനെ നിൽക്കണമെന്ന് അറിയും? വലിയ പാറകളാണ് മലയുടെ അടിയിൽ, വലിയ പാറകൾ. ആ പാറയുടെ മുകളിൽ മണ്ണ് ഇങ്ങനെ പൊത്തി വെച്ച മാതിരിയാണ് നമ്മുടെ മലയിരിക്കുന്നത്. വലിയ മണ്ണിന്റെ കൂനകൾ. അതിന്റെ മീതെ മരങ്ങളുണ്ട്, അതിന്റെ മീതെ ചെടികളുണ്ട്, വള്ളികളുണ്ട്, ആ മരത്തിനകം കിളികളുണ്ട്, താഴെ മൃഗങ്ങളുണ്ട്, ചെറിയ ചെറിയ ചെടികളുണ്ട്, ഒക്കെ ഉണ്ട്. അതാണ് നമ്മുടെ മല. ഈ വലിയ തോതിൽ മഴ പെയ്യുമ്പോൾ ഒരു മരം നമ്മൾ മുറിച്ചു നോക്കി, ഒരു മരം വെട്ടി നോക്കി. മരം വെട്ടൽ മാത്രമല്ല വേറെ പല പണികളുണ്ട്. ഒരു മരം നമ്മൾ വെട്ടിയാൽ ആ മരത്തിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ അവിടെയാണ് അതിവേഗ മഴ പെയ്യുന്നതെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഒന്നിച്ച് താഴേക്ക് പോവുകയും മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം വേർപെടുകയും ഈ മണ്ണ് ഇളകുകയും മണ്ണൊന്നിച്ച് ഇത് വരുന്ന ചെറിയ ദൂരം, ഈ ഉയരമൊന്നുമല്ല, ആയിരക്കണക്കിന് മീറ്റർ ഉയരത്തിലാണ്. ഇപ്പൊ വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ആയിരക്കണക്കിന് മീറ്റർ ഉയരത്തിൽ വലിയ പാറകൾ ഇളകി താഴേക്ക് പോരുന്നു. പാറ മാത്രമല്ല, മണ്ണ് പോരും, മരം പോരും, പോരുന്ന വഴിക്കുള്ള എല്ലാം ഒന്നിച്ച് കൂടെ പോരും. താഴെ എത്തുമ്പോഴേക്കും എന്തൊക്കെ പോരും, മനുഷ്യരുണ്ടെങ്കിൽ പോരും, ആന പോരും. ആനയ്ക്ക് പോലും പിടിച്ചേക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയ ഉരുൾപൊട്ടൽ വരും. അങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുക. അപ്പൊ നമ്മള് പശ്ചിമഘട്ടത്തിൽ വനം നാശം കൊണ്ടുണ്ടാവാം. പശ്ചിമഘട്ടത്തിൽ പാറമടകൾ, നമുക്ക് വീടൊക്കെ പണിയാൻ വേണം. പാറമടകൾ കൊണ്ടുണ്ടാവാം. അവിടുത്തെ സസ്യ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവും. അതൊക്കെ വലിയ വിഷയമാണ്, ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾ പഠിക്കാം. ഈ മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം വേർപെട്ടാൽ, അതിതീവ്ര മഴ പെയ്താൽ ഇതെല്ലാം കൂടി ഒലിച്ച് നേരെ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് വരും. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്, ഈ പറഞ്ഞതുപോലെ അതിതീവ്ര മഴ പെയ്താൽ നമ്മളെ ഇടനാട് എന്ന് പറയുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ പോലും പെട്ടെന്ന് പ്രളയം വരും. മൂന്നാമത്, നമ്മുടെ തീരപ്രദേശം. ഇപ്പൊ കടലിന്റെ നിരപ്പ് ഉയർന്നാൽ തീരത്തിന് എന്ത് സംഭവിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ഇപ്പൊ ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു ആദ്യം. ഇത് കടലാണ്. ഇവിടെ ഞാനിരിക്കുന്നത്. ഈ കടലിന്റെ നിരപ്പ് ഉയർന്ന എന്ത് സംഭവിക്കും? വെള്ളം ഇങ്ങോട്ട് കയറില്ലേ? കടലിന്റെ നിരപ്പ് ഉയരുമ്പോൾ കര പതുക്കെ ഇടിഞ്ഞിടിഞ്ഞ് കര ഇങ്ങനെ കുറഞ്ഞു വരും. ഒന്ന്, കടലിലെ ചൂട് കൂടുമ്പോഴും അത് തന്നെ സംഭവിക്കും. ആ കരയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ കരയെ നശിപ്പിക്കുന്നതാവും. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒന്ന്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് കാലാവസ്ഥ മാറ്റം കാരണമാണ്, സംശയമില്ല. പക്ഷേ അതിനെ ദുരന്തമാക്കി മാറ്റും പ്രതിഭാസം, ഫിനോമിനൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിതീവ്ര മഴ ഒരു ഫിനോമിനൻ, നാച്ചുറൽ ഫിനോമിനനാണ്. ആ ഫിനോമിനനെ ഡിസാസ്റ്റർ ആക്കി മാറ്റുന്നതിൽ നമ്മുടെ ഇടപെടൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് കാര്യം. അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരാൾ വഴിയെ നടന്നു പോകുന്നു, അയാൾ മേത്തൊരു വണ്ടി ഇടിക്കുന്നു. വേറൊരാൾ അതുപോലെ തന്നെ വേറൊരു വഴി നടന്നു പോകുന്നു, അതുപോലെ ഒരു വണ്ടി അയാൾ ഇടിക്കുന്നു. ഈ രണ്ടു പേർക്കും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ആദ്യം വണ്ടി ഇടിക്കുന്ന ആൾ നല്ല ആരോഗ്യമുള്ള ആളും ഒരു സ്പോർട്സ്മാനും അത്യാവശ്യം കായിക പരിപാടിയൊക്കെ അറിയുന്ന ആളും ചെറുപ്പക്കാരനും ആണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ വലിയ
ചിലപ്പോൾ ഒരു കാലൊടിഞ്ഞു, അങ്ങനെ പ്രശ്നമുള്ളൂ. നേരെ മറിച്ച് ഒരു ഹൃദ്രോഗിയാണെങ്കിലോ വണ്ടി ഇടിക്കണേ. അപ്പൊ ഇടി കൊട്ടുന്ന ആളുടെ ഒരേപോലെ ഇടിച്ചാലും ഇടി കിട്ടുന്ന ഹലോ ഇടി കിട്ടുന്ന ആളുടെ ആരോഗ്യ പ്രശ്നമല്ലേ? എന്നെ ഇടിക്കുന്ന പോലെ ഇയാൾ ഇടിക്കാം, ഇയാൾ വരിക, ഇയാൾക്ക് ചെറുപ്പമാണ്, നല്ല ശക്തിയൊക്കെ ഉണ്ട്. എന്നെ ഇടിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഇടിച്ചാൽ ഞാൻ തീർന്നു പോകും. അപ്പൊ ഇടി കിട്ടുന്ന ആളുടെ ആരോഗ്യ പ്രശ്നമാണ്. നമ്മുടെ പ്രകൃതിയുടെ ആരോഗ്യം സംരക്ഷിച്ചില്ല എങ്കിൽ അതിതീവ്ര മഴ അതിതീവ്ര ദുരന്തമായി മാറും. അപ്പൊ നമ്മുടെ നിർമ്മാണ രീതികൾ, വലിയ റോഡ്, മല വെട്ടി നമ്മൾ റോഡ് ഉണ്ടാക്കുന്നു. വലിയ മല വെട്ടി റോഡ് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മള് ശിരൂരൊക്കെ ഒരാളെ കാണാതായതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വലിയ റോഡ് ഇങ്ങനെ പോകുന്നു, മലയിടിഞ്ഞ് റോഡിലേക്ക് പോരുന്നു, അതിനിടയിൽ ഒരു ട്രക്ക് വഴി കൂടി ആളുകൾ ഒലിച്ച് വെള്ളത്തിലേക്ക് പോകുന്നു, പിന്നെ എവിടെ പോയി കണ്ടെത്താൻ പറ്റുന്നില്ല. അതുപോലെ ഇടിഞ്ഞു വീഴാം. അതുപോലെ നിരവധി ദുരന്തങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, മലയിടിഞ്ഞാൽ ആ വലിയ കെട്ടിടങ്ങൾ അങ്ങനെ തന്നെ താഴേക്ക് പോരാം, അപ്പോഴും കുഴപ്പമുണ്ടാവാം. കടലോരത്തും അതുപോലെ തന്നെ നമ്മൾ പല പണികളും, നമ്മൾ തുറമുഖം ഉണ്ടാക്കും, ശ്രദ്ധിച്ചല്ല തുറമുഖം ഉണ്ടാക്കുന്നെങ്കിൽ കടൽ കയറി വരും. ഇപ്പൊ തിരുവനന്തപുരത്ത് കുറച്ച് കടൽ കയറിയിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ശംഖുമുഖം എന്ന് പറയുന്ന ഒരു കടപ്പുറം, ഒരു ബീച്ച് ഇപ്പം ഇല്ല. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സിനിമയിൽ കാണും, പണ്ട് പ്രേമനസീറും ഷീലയൊക്കെ അഭിനയിക്കുന്ന കാലത്ത് ഒരുപാട് പാട്ടുപാടി നടന്നിട്ടുള്ള ഒരു ബീച്ചാണ് ശംഖുമുഖം. ഇന്ന് നിങ്ങൾ ശംഖുമുഖത്ത് പോയി നോക്കുക, ഇടയ്ക്ക് ആ ബീച്ച് കാണില്ല. എന്നാ ബീച്ചില്ല, അവിടെ കടല. എങ്ങനെ പറ്റിയത്? കടൽ കയറി ഒന്നും ചെയ്യാനില്ല. അത് പലതുമായിട്ട് ബന്ധമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനുമായിട്ട് ബന്ധമുണ്ട്. ഇനി കാലാവസ്ഥാ മാറ്റത്തിന്റെ വേറൊരു വലിയ ദുരന്തം വരാൻ പോണത്, വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിലൊന്നും മത്സ്യമാണ്. മത്സ്യ മേഖലയാണ്. നിങ്ങൾ മത്സ്യം കഴിക്കുന്നവരായിരിക്കും എല്ലാവരും. ഇപ്പൊ ചില മത്സ്യങ്ങൾ കേരളത്തിൽ കിട്ടാനില്ല അല്ലേ? മത്തിയൊക്കെ കിട്ടാതായിട്ട് കുറെ കാലമായിട്ട് അല്ലേ? കിട്ടുന്നില്ലല്ലോ. ഇല്ല. എന്താ മത്തിയൊക്കെ അങ്ങോട്ട് പോയി നമ്മളോട് പിണങ്ങിപ്പോയാ? മത്തിക്ക് എന്താ കേരളത്തിനോട് ഇഷ്ടമല്ലേ? മത്തി പിണങ്ങിപ്പോയി. മത്തി പിണങ്ങിപ്പോയത് എന്തുകൊണ്ടാണെന്നറിയോ? ഹലോ, കടലിലെ ചൂട് കൂടി അവർക്ക് ചൂട് താങ്ങാൻ പറ്റൂല. നമ്മുടെ മാതിരി അതിനകത്ത് AC ഇടാൻ പറ്റൂല. അവരെന്ത് ചെയ്തു? ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് പോയി. നമ്മുടെ മത്സ്യത്തിന്റെ സമ്പത്ത് കുറഞ്ഞു. മത്സ്യത്തിന്റെ സമ്പത്ത് കുറഞ്ഞാൽ എന്തൊക്കെ ബാധിക്കും നമുക്ക് അറിഞ്ഞൂടെ? ഒന്ന്, ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ പ്രോട്ടീനാണ് മത്സ്യം അല്ലേ? മത്തിയൊക്കെ അല്ലേ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോട്ടീനാണത്. രണ്ട്, അതാണ് നമ്മുടെ തൊഴില്, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നത്. അതാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. ഇതൊക്കെ പോവും. അപ്പൊ ദുരന്തം എന്ന് പറയുന്നത് കേവലം ആളുകൾ കൊല്ലപ്പെടുന്നത് മാത്രമല്ല, സാമ്പത്തിക ദുരന്തമുണ്ട്, സാമൂഹ്യ ദുരന്തമുണ്ട്. വയനാട്ടിലൊക്കെ ഉണ്ടായ പോലെ അല്ല, ഇത് തീർച്ചയായിട്ടും. ഇപ്പൊ വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിഞ്ഞു, ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ബാക്ക് സൈഡ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. നിങ്ങൾ കേരളത്തിന്റെ കാലാവസ്ഥാ മാറ്റം ഏതർത്ഥത്തിൽ കേരളത്തെ ബാധിക്കാൻ പോകുന്നുവെന്ന് ഗുരുതരമായി ചിന്തിക്കണം. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് പോലെ ലളിതമായി നമ്മുടെ വികസന സങ്കല്പങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എപ്പോൾ പറയാം. ഭൂമി അത്ര പിടിച്ചോ. കേരളത്തിൽ പല ഭാഗങ്ങളിലും ജൂണിൽ ലഭിക്കേണ്ട മഴ പോലും ലഭിച്ചില്ല. അതേസമയം ഒരു പ്രദേശത്താണ് ശക്തമായ മഴ ലഭിക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് മഴ നഷ്ടപ്പെടുന്നതാണ്. എന്റെ ഒപ്പം പറയാറുണ്ട്, പണ്ടൊക്കെ മഴ പെയ്താൽ ആ പ്രദേശം മുഴുവൻ ഒരുപോലെ മഴ ലഭിക്കാറുണ്ട്. ഇന്നത് മാറിയിരിക്കും. തലമുറയുടെ അനുഭവം മഴയുടെ ശാസ്ത്രം എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആദ്യം അതിന്റെ ഏതാണ്ട് ഉത്തരം പകുതി പറഞ്ഞു. എന്തുകൊണ്ടാണ് മഴയുടെ അളവിലല്ല കുറവ്? ചില പറയും കഴിഞ്ഞ വർഷം കിട്ടിയ മഴയൊക്കെ ഇത്തവണ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2018 വന്ന മഴ അതിന് മുമ്പത്തെ വർഷത്തേക്കാൾ വലിയ കൂടുതലൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല പ്രശ്നം. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഒരു ദിവസം 5 ലിറ്റർ വെള്ളം കുടിക്കുമെന്ന് വിചാരിക്കും. എല്ലാം കൂടി, കഞ്ഞിയോ ചായയോ കാപ്പിയോ എല്ലാം കൂടി ഒരു 4-5 ലിറ്റർ വെള്ളം കുടിക്കണം, പ്രത്യേകിച്ചും ചൂടുള്ള ദിവസം. അപ്പോൾ ഒരാഴ്ച 35 ലിറ്റർ വെള്ളം കുടിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞായറാഴ്ച മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റൂ.
ഒരാഴ്ചക്ക് വേണ്ട 35 ലിറ്റർ നിങ്ങൾ ഞായറാഴ്ച മാത്രം കുടിക്കാൻ തീരുമാനിച്ച എങ്ങനെയിരിക്കും? ഞായറാഴ്ച മാത്രം വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. തിങ്കൾ മുതൽ ശനി വരെ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? ആരെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് കൈപോക്കണം കേട്ടോ. പറ്റില്ല. കാരണം എന്താ? ഓരോ സമയത്ത് നമുക്ക് വേണ്ട വെള്ളം കിട്ടണ്ടേ? അപ്പൊ ആ സമയത്ത് കിട്ടണം. അതിന് 35 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചാൽ നമ്മൾ ചത്തുപോകും. അന്ന് തന്നെ ചത്തുപോകും. അങ്ങനെ അത്രയും കുടിക്കാനും പറ്റില്ല. അപ്പോ ഭൂമിക്കും അങ്ങനെയാണ്. ഭൂമിക്ക് മഴ കിട്ടുന്നത് എങ്ങനെയാ? ഒരു പ്രത്യേക രീതിയിൽ ഒരു കാലാവസ്ഥ പാറ്റേൺ ഉണ്ട് അല്ലേ? നമ്മൾ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയും, ജൂൺ 1-ാം തീയതി എന്ന് പറയും, അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയും, കാലവർഷം എന്ന് പറയും. അങ്ങനെ പല പേരുകളിട്ടുണ്ട് നമ്മൾ. ആ കാലത്ത് കിട്ടണം മഴ. പക്ഷേ ഒരു വർഷത്ത് പെയ്യേണ്ട മഴ ഒന്നിച്ച് ഒരു ദിവസം പെയ്താലോ എന്ത് സംഭവിക്കും? അതാണ് കാലാവസ്ഥാ മാറ്റം കൊണ്ട് സംഭവിക്കുന്നത്. മഴയുടെ അളവിലല്ല മാറ്റം, മഴയുടെ പാറ്റേണിലാണ്. അതിന്റെ അളവിലല്ല, മൊത്ത അളവിൽ മാറ്റം ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞേ, 35 ലിറ്റർ വെള്ളം നിങ്ങൾ ഒരാഴ്ച കുടിക്കേണ്ടതുണ്ടെങ്കിൽ അതിൽ മാറ്റമില്ല. പക്ഷേ അത് ഓരോ ദിവസവും 5 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അത് രാവിലെ ഇത്ര വെള്ളമാണ്, ഉച്ചയ്ക്ക് ഇത്ര വെള്ളമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പോ ഇതേ ചോദിച്ച ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. അങ്ങനെ അതിവർഷം പെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പെട്ടെന്ന് മഴ പെയ്താൽ നമ്മുടെ ഭൂമിയിൽ വെള്ളം ഒലിച്ചു പോകാൻ വഴി വേണം. പലപ്പോഴും നമ്മുടെ ഭൂമിയിൽ വെള്ളം ഒലിച്ചു പോകാനുള്ള വഴി നമ്മൾ അടച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അടച്ചു? ഉദാഹരണം, ഇപ്പൊ കഴിഞ്ഞ 2018 പ്രളയകാലത്ത്, 2018 19 ഉണ്ടായ പ്രളയകാലത്ത് അത് ഒരു രക്ഷിക്കാൻ പോയ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കണ്ട ആദ്യത്തെ കാര്യം, ആദ്യം തകർന്നു പോയത് മതിലാണ്. നമ്മൾ ഒരുപാട് മതിൽ കെട്ടിയിട്ടുണ്ട് നാട്ടില്, ആവശ്യമില്ലാണ്ട് കെട്ടിയ മതിലാണ് ആദ്യം ഇടിച്ച് തകർത്തത്. എന്താ കാര്യം? വെള്ളം പോണ വഴിയിലാണ് മതിൽ കെട്ടിയത്. തോട് നികത്തിയ വീട് വെച്ച്, അപ്പൊ വീടിനകത്തേക്ക് വെള്ളം കയറും. പാടങ്ങൾ, നമ്മുടെ പാടങ്ങളില്ലേ, നെൽപ്പാടങ്ങൾ എന്തിനാണ്? നെല്ല് കൃഷി ചെയ്യാൻ മാത്രമല്ല. നമ്മുടെ നാട്ടിൽ അതിവർഷം വന്നാൽ അവിടെയാണ് നദികളിൽ നിന്നും ചെറിയ തോടുകളിൽ നിന്നും വെള്ളം വന്നാൽ നികന്നു പോകുക. അങ്ങനെ നികന്നു നിൽക്കും. ആ പാടത്ത് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് പണിതാലോ വെള്ളം കോൺക്രീറ്റിലേക്ക് കയറും. ഇത്രയുള്ളൂ. ഞാനൊരു നല്ല ഉദാഹരണം, ഞങ്ങൾ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കൊച്ചിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ വലിയൊരു പോയിട്ടുണ്ടോ? നെടുമ്പാശ്ശേരി വിമാനത്താവളം പണിയുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഉന്നയിച്ച ഒരു ആശങ്കയുണ്ട്. അന്ന് ഞങ്ങളെ വികസന വിരുദ്ധർ എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം എന്നറിയാം? 1000കണക്കിന് ഏക്കർ നെൽപ്പാടം നികത്തി, ടാർമാക്ക് ഉണ്ടാക്കി, ടെർമിനൽ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി, വെള്ളം പെരിയാർ എന്ന് പറയുന്ന വലിയ നദിയിൽ നിന്ന് വരുന്നൊരു തോടടച്ചു. അതാണ് അന്ന് ഇത് ചെയ്തത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2013, 2018, 2019 3 വർഷവും വെള്ളം, മഴ കൂടുതൽ പെയ്തു, വിമാനത്താവളം മുങ്ങിപ്പോയി. മാസങ്ങളോളം കൊച്ചി വിമാനത്താവളം അടച്ചിട്ടു, ആഴ്ചകളിൽ കൂടുതൽ. എന്താ കാര്യം? കൊച്ചി വിമാനത്താവളം വേണോ വേണ്ടോ എന്നുള്ളതല്ല, പെരിയാർ എന്ന് പറയുന്ന ഒരു നദിയുടെ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയും നമ്മൾ. ഒരു നദിക്ക് ഒരു ഫ്ലഡ് പ്ലെയിൻ ഉണ്ട്. നദിയിൽ വെള്ളം വരുമ്പോൾ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇരിക്കാൻ എത്ര സ്ഥലം വേണം എന്ന് ചോദിച്ചാൽ ഇത്ര സ്ഥലം മതി, അല്ലെ ഇങ്ങനെ ഇരിക്കാമല്ലോ എനിക്ക്, അല്ലേ? പക്ഷേ എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ചിലപ്പോൾ എഴുന്നേറ്റ് വെക്കും, ചിലപ്പോൾ കാലൊന്നും നീട്ടും, അല്ലേ? മനുഷ്യനല്ലേ? വടിവല് നിൽക്കാൻ പറ്റുമോ? നദിയും അങ്ങനെ തന്നെയാണ്. നദിക്ക് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടുതൽ വരും, അപ്പോൾ വെള്ളം പുറത്തേക്ക് പോകും. ചിലപ്പോൾ വെള്ളം കുറവ് വരും, അപ്പോൾ അകത്തേക്ക് വരും. വെള്ളം പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണം? ആ വെള്ളം പരന്നു പോകണം. അങ്ങനെ വെള്ളം പരന്നു പോയ സ്ഥലമില്ലെങ്കിലോ അത് പരക്കാനുള്ള സ്ഥലത്തേക്ക് പരക്കും. വിമാനത്താവളം 8 മീറ്റർ ഉയരത്തിൽ കെട്ടിയിട്ടും, പാടത്തുനിന്ന് 8 മീറ്റർ ഉയരത്തിൽ വിമാനത്താവളം കെട്ടിയിട്ടും അതിനെ മറികടന്ന് വിമാനത്താവളത്തിൽ വെള്ളം വന്നു. അപ്പൊ നമ്മുടെ നിർമ്മാണം എങ്ങനെയായിരിക്കണം? ഏതർത്ഥത്തിലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക? വളരെ ഗുരുതരമാണ്. ഇപ്പോൾ കൊള്ളാടി ചുരത്തിലെ കുറിച്ച് പറഞ്ഞു. ഞാൻ തുരങ്കപാത വേണോ വേണ്ടയോ എന്നുള്ള തർക്കത്തിലൊന്നുമില്ല. പക്ഷെ തുരങ്കപാതയെ കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വയനാട് വളരെ ദുർബലമായ മണ്ണാണുള്ളത്. വലിയ തോതിൽ, അത് വേറെ കാര്യമാണ്, സോയിൽ പൈപ്പിംഗ് എന്ന് പറയും നമ്മൾ. സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മണ്ണിൽ വെള്ളം കയറിയിട്ട് വെള്ളം താഴെ നിന്ന് മുകളിലേക്ക് വരും. അപ്പൊ മണ്ണിങ്ങനെ പശിമയാവും. കുറെ കാലം മഴ പെയ്ത് മണ്ണിങ്ങനെ ആർദ്രമായി കിടക്കും, നനഞ്ഞതായി കിടക്കും. അവിടേക്ക് വലിയൊരു മഴ പെയ്താൽ മണ്ണങ്ങ് മാറിയിട്ട് അത് താഴേക്കും. ഇപ്പൊ നമ്മൾ തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണം.
ആ മുന്നറിയിപ്പാണ് പ്രകൃതി നമുക്ക് തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇതിനടുത്ത് കാശ്മീർ വഴിയിൽ ഒരു തുരങ്കപാത ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഹിമാലയത്തിൽ അത് തകർന്നു പോയി. അതുപോലെ കാശിക്കപ്പുറത്ത് ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു തുരങ്കപാത ഉണ്ടാക്കാൻ ശ്രമിച്ചു, അവിടെ തുരങ്കപാത തകർന്നു പോയി. തുരങ്കപാത വേണോ വേണ്ടിയോ എന്നല്ല, തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ വളരെ ഗൗരവമായ മണ്ണ് പരിശോധിക്കണം, പാറ പരിശോധിക്കണം. ഇത് കാരണം നമ്മളീ പോകുന്ന തുരങ്കത്തിന്റെ മേലെ പാറയും മണ്ണും അല്ലേ, അതിന്റെ മീതെ മരങ്ങളാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഈ പാറ തുറന്ന് നമ്മൾ പോകുമ്പോൾ ഇതിന് മുകളിൽ എന്ത് സംഭവിക്കും, ഇതാകെ താഴേക്ക് ഇരിക്കുമോ? ഈ കെട്ടിടത്തിന്റെ മുകളിൽ കുറെ സാധനങ്ങൾ കയറ്റി വെച്ചാൽ നമ്മുടെ ആദ്യത്തെ പേടി എന്താ, ഇതിങ്ങോട്ട് താഴേക്ക് ഇരിക്കുമോ എന്നാണ്. അതുപോലെ മണ്ണ്, വലിയ മഴ പെയ്താൽ, വെറുതെ അത് മാത്രം പറയും. ഇപ്പൊ നമ്മുടെ വിഷയത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇന്നൊരു യാഥാർത്ഥ്യമാണ്. അത് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു പ്രകൃതി യാഥാർത്ഥ്യമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ കൊടുത്തുവ കടിക്കുന്ന തുമ്പയുണ്ട്, ഒരു തരം ചൊറിയെണ്ണം കേട്ടിട്ടുണ്ടോ? ഒരു തരം ചെടിയാണ്, ചൊറിയും കാലിൽ. ഈ ചെടി കണ്ടാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ മാറിപ്പോണം അല്ലേ? അല്ലാണ്ട് ആ ചെടി എടുത്തിട്ട് ഉരച്ചു നോക്കിയിട്ട് ഇത് ചൊറിയുമല്ലേ, ഒരു പ്രാവശ്യം എത്തും, രണ്ടാമത്തെ ചൊറിയില്ലോ, നോക്കില്ലല്ലോ, ഇല്ല. പക്ഷെ ചില ആളുകൾ ചൊറിയെണ്ണത്തിന്റെ ചൊറി മാറ്റാനുള്ള ഗവേഷണം ആരംഭിക്കും. അതൊന്നും വേണ്ട, അത് മാറിപ്പോയാൽ മതി. ചൊറിയണതാണ്. അതായത് അതൊരു പ്രകൃതിയിലൊരു ധർമ്മമുള്ള സാധനമാണ് ചൊറിയെണ്ണം. അതിനൊരു പണിയുണ്ട്. നമ്മളതിന് ചൊറി മാറ്റാൻ നിൽക്കണ്ട, നമ്മൾ മാറിപ്പോവാണ് ബുദ്ധി. അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ മനുഷ്യൻ പലപ്പോഴും അങ്ങനെയല്ല. നമ്മളിതൊക്കെ മാറ്റാൻ തീരുമാനിക്കും, പക്ഷെ അത് പഠിക്കാതെ, കാലാവസ്ഥാ മാറ്റത്തിന്റെ സാഹചര്യത്തിൽ പഠിക്കാതെ നിങ്ങൾക്ക് ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കാൻ പാടില്ല. കാരണം ലോകം മുഴുവൻ ഇപ്പോൾ ഏത് വികസനം വരുമ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ അതിനെ ബാധിക്കുമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിലും, റോഡ് നിർമ്മിക്കുകയാണെങ്കിലും, തുരങ്കം നിർമ്മിക്കുകയാണെങ്കിലും, വിമാനത്താവളം നിർമ്മിക്കുകയാണെങ്കിലും നമ്മൾ നോക്കണം. ഇപ്പൊ ദേശീയപാത നിങ്ങൾ കണ്ടില്ലേ, എത്രയോ സ്ഥലത്ത് ദേശീയപാത ഇടിഞ്ഞ് താഴേക്ക് പോന്നു. അത് ഏതെങ്കിലും മന്ത്രിയുടെയോ ഗവൺമെന്റിന്റെ ഒന്നും കുഴപ്പം കൊണ്ടല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കേരളത്തിന്റെ കുഴപ്പം അത്. കേരളത്തിൽ അങ്ങനെ പണിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കേരളയിൽ പോലൊരു പദ്ധതി വന്നപ്പോ ഞങ്ങളൊക്കെ എതിർത്ത്. അതുകൊണ്ടാണ്. കാരണം കേരളത്തിന് കുറുകെ 300 കിലോമീറ്റർ നീളത്തിൽ ഒരു ബണ്ട് കെട്ടാൻ തീരുമാനിച്ചു. നമ്മൾ പറഞ്ഞു ഈ വെള്ളം കൊണ്ടുപോകും, ഈ വെള്ളം താഴേക്ക് പോകണ്ടേ, കിഴക്കുന്ന് ഒഴുകി വരുന്ന വെള്ളം പടിഞ്ഞാട്ട് പോകാനുള്ള വഴി തടയാൻ പാടില്ല എന്നാണ് 2018 പ്രളയത്തിന് ശേഷം കേരള ഗവൺമെന്റ് ഏൽപ്പിച്ച ഒരു ഏജൻസി പഠിച്ച റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. PDNS എന്ന് പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടുണ്ട്. PDNS നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. അത് മറ്റേ UN, ലോകബാങ്ക്, ADB ചേർന്ന് പഠിച്ചു. അവർ കേരളത്തിൽ കൊടുത്ത നിർദ്ദേശം കൊടുത്തു, ഇനി കേരളത്തിൽ എന്ത് വേണമെന്ന്. ആ നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കിഴക്കുന്ന് പടിഞ്ഞാട്ടുള്ള നീരൊഴുക്ക് ഒരു കാരണവശാലും തടയാൻ പാടില്ല. തടഞ്ഞാൽ അത് പ്രളയത്തിലേക്ക് എത്തിക്കും. ഇപ്പൊ നമ്മുടെ ഹൈവേയുടെ പല സ്ഥലത്തും, കുറച്ചേ ഉള്ളൂ, അത്രയൊന്നും ആയിട്ടില്ല, ഹൈവേയുടെ പല സ്ഥലത്തും കിഴക്ക് ഭാഗത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട്, പടിഞ്ഞാറ് ഭാഗത്ത് വരൾച്ച, ഇടിച്ചിൽ, പിന്നെ അതിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകണില്ല. അങ്ങനെ കുറേ അധികം. അതുകൊണ്ട് കാലാവസ്ഥാ മാറ്റം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇന്നൊരു കേവലം കാലാവസ്ഥയുടെയോ പരിസ്ഥിതിയുടെയോ വിഷയമല്ല, അത് നമ്മുടെ സാമൂഹ്യ വിഷയമാണ്, സാമ്പത്തിക വിഷയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്, സർവൈവൽ വിഷയവുമാണ്. അടുത്തത്, കേരളത്തിലെ ചൂടിന്റെ തീവ്രത മുമ്പത്തേക്കാൾ കൂടിക്കൊണ്ടുവരികയോ? ഇത് നമ്മുടെ കാലാവസ്ഥയുടെ ഒരു സ്വാഭാവിക മാറ്റമാണോ, അതോ ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു പ്രതിഫലനമായാണ് നമ്മൾ കാണുന്നത്? അതുപോലെ തന്നെ ഇത് നമ്മുടെ ആരോഗ്യത്തെയും നിത്യ ജീവിതത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു? ഒന്ന്, 2 ഫാക്ടർ ഇതിലുണ്ട്. ഒന്ന് ചോദിച്ചതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് പനി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരാൾ. ഭൂമിക്ക് പനി, ഭൂമി പനിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ പനി വരുന്ന പോലെ തന്നെയാണ്. ഭൂമിയുടെ ചൂട് കൂടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ മാറ്റം, ഈ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഭൂമിക്ക് ചുറ്റുമുള്ള ആവരണത്തിൽ കട്ടി കൂടുന്നു, ഹരിതഗ്രഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കട്ടി കൂടുന്നു.
നമ്മൾ കൂടുതൽ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങൾ പോയി കട്ടിക്കൂടി ഭൂമിക്ക് ചൂട് കൂടുന്നു. ഇത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കൂടാതെ ഇതിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന, അതാ ഞാൻ നേരത്തെ പറഞ്ഞ്, നമ്മുടെ വികസന സങ്കല്പങ്ങൾ പലതും ഇതിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ കൂടുതൽ റോഡ് പണിയുന്നു നോക്കിയാൽ, റോഡ് പണിയണ്ടെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. റോഡ് മിക്കവാറും നമ്മുടെ കറുപ്പാണ് അല്ലേ, ബ്ലാക്ക് അല്ലേ. ഈ ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ബ്ലാക്ക് ബോഡിയിലാണ് എല്ലാ ചൂടും അത് പിടിച്ചു വയ്ക്കും, ഒട്ടും തന്നെ റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ കൂടുതൽ കറുത്ത പ്രദേശങ്ങൾ വന്നാൽ ഭൂമി കൂടുതൽ ചൂട് പിടിച്ചു വയ്ക്കും. വളരെ ഉദാഹരണം. രണ്ടാമത്, നമ്മുടെ കോൺക്രീറ്റ് വനങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മളെ വനങ്ങളൊക്കെ കോൺക്രീറ്റ്, വീടൊക്കെ കോൺക്രീറ്റ്, എല്ലാവരും കോൺക്രീറ്റാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണ രീതി പോലും കാലാവസ്ഥാ മാറ്റം പരിഗണിച്ചുകൊണ്ട് ഉണ്ടായതല്ല എന്നതാണ് സത്യം. കാലാവസ്ഥാ മാറ്റം നമ്മളൊരു പക്ഷേ 50, എൻ്റെ വീട് 35 കൊല്ലം മുമ്പ്, അന്ന് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റില്ല. പക്ഷേ കാലാവസ്ഥാ മാറ്റം പരിഗണിച്ച് മാത്രമേ ഇന്ന് വീട് പണിയാൻ പാടുള്ളൂ. ഒന്ന്, വായുവിൻ്റെ പാത. 2, സൂര്യപ്രകാശം എങ്ങനെ വീഴുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഓരോ മാസത്തിലും വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ആംഗിളാണ്, രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, ആംഗിളാണ് UV റേഡിയേഷൻ. UV റേഡിയേഷൻ ഇപ്പോൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭൂമിയിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വലിയ തോതിലുള്ള ജനറ്റിക് മോഡിഫിക്കേഷൻ വരെ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാവും. ജീനുകളിൽ വരെ മാറ്റം വരാം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തരത്തിലുള്ള പല രോഗങ്ങൾ, മനുഷ്യന് മാത്രമല്ല കേട്ടോ, ഇത് മനുഷ്യന് മാത്രമല്ല, മറ്റ് ജീവികൾക്കും വരാം. മറ്റ് ജീവികൾക്ക് വന്നാലും അന്തിമമായി അത് ആരെ ബാധിക്കും? മനുഷ്യനെ ബാധിക്കും. ഏത് ജീവിക്ക് വന്നാലും കുഴപ്പം വരാൻ പോകണം നമുക്കാണ്. കാരണം നമ്മൾ കുറേ അധികം കാലം ജീവിക്കുന്നതും മറ്റ് ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമാണ്. ആണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങൾ, പിന്നെ മാത്രമല്ല രോഗം വരുന്നത് മാത്രമല്ല, ശരീരം വീക്കാവും. ശരീരം വീക്കായ എന്താ സംഭവിക്കുക? രോഗം വരാനുള്ള സാധ്യത കൂടും അല്ലേ? നമ്മുടെ ശരീരം വീക്കായാൽ രോഗം വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. താപനം കൂടുമ്പോൾ എന്ത് പറ്റും? വെള്ളം കുറവാകും. വെള്ളം കുറവാകുമ്പോൾ വെള്ളത്തിലെ മലിനീകരണം കൂടും അല്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്ന ജലത്തിൽ നിന്നാണ്, ജലജന്യ രോഗങ്ങളാണ്. അതുകൊണ്ട് കാലാവസ്ഥാ മാറ്റം പലതരത്തിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, നമ്മുടെ മൊത്തം ജീവിത രീതിയെ ബാധിക്കും, നമ്മുടെ ദഹന പ്രക്രിയയെ ബാധിക്കും, ജനറ്റിക്സിനെ ബാധിക്കും. നമ്മുടെ ചിലർക്കൊക്കെ ഡീഹൈഡ്രേഷനൊക്കെ വരില്ലേ, ഡീഹൈഡ്രേഷൻ എന്ന് പറയും, വെള്ളം കിട്ടാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പലതരത്തിലുള്ള രോഗം വരും. ഉള്ള രോഗത്തിനെ കൂടുതൽ അത് ശക്തമാക്കുകയും ചെയ്യും, ഗുരുതരമാക്കുകയും ചെയ്യും. ഓണായിട്ടുണ്ടാവും. ഇതിനകത്ത് പിടിച്ച കേൾക്കുന്നില്ല. വയനാട്ടിലെ ചൂരന്മാരിൽ ഒരു രാത്രി കൊണ്ട് 100-ലധികം ആളുകളുടെ ജീവിതം സ്വപ്നങ്ങളാണ് ഇല്ലാത്തത്. ആ ദുരന്തം പ്രകൃതിദുരന്തമായി കാണാനാകും. അതോ വികസന നയങ്ങളെയും ഭൂമിയുടെയും പുനഃപരിശോധിക്കാൻ നമ്മെ നിർബന്ധിതരാക്കുന്ന ഒരു മുന്നറിയിപ്പായി കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകൃതി പ്രതിഭാസങ്ങളാണ്. പ്രകൃതി നമുക്കൊരു ദുരന്തവും ഉണ്ടാക്കുന്നില്ല. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ തന്നെ നമ്മൾ ചെയ്ത പണിയുടെ ഫലമാണ്. ഉദാഹരണത്തിന് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു. ഗ്ലോബൽ വാർമിംഗും കാലാവസ്ഥാ മാറ്റവും പ്രകൃതി ഉണ്ടാക്കിയത് മാത്രമല്ല, അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഹരിതഗ്രഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ ഉണ്ട്. കടലിൻ്റെ നിരപ്പ് ഉയരുന്നൊക്കെ നമ്മുടെ കുറേ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ നമുക്കതിലൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ മേത്ത് വന്ന് വീഴുന്നുള്ളൂ. നമ്മളതിൻ്റെ ഇരകളാണ്, നമ്മളതിൻ്റെ കാരണക്കാരല്ല. സത്യത്തിൽ കാര്യമായിട്ട് കാരണമൊന്നുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇരകളാണ്. വി ആർ ദ വിക്ടിംസ് ഓഫ് നാച്ചുറൽ ഫിനോമിന. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ വയനാട്ടിലെ കാര്യം ചോദിച്ചു. വയനാട്ടിലടക്കം ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലേ? ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മലയിലെ പാറകളും മണ്ണും മരങ്ങളും തമ്മിലുള്ള ആ ഉറച്ച ബന്ധമില്ലാതാവുമ്പോൾ വലിയ തോതിൽ മണ്ണൊഴുകി വരും. ഇതാണ് അതിൻ്റെ രീതി. അപ്പം ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശത്തെ ഈ മണ്ണിൻ്റെ ഉറപ്പിനെ നാം തകർത്തിട്ടുണ്ടോ പഠിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ചല്ല പറയും.
ഇപ്പൊ തോട്ടങ്ങൾ, വനം വെട്ടി നമ്മൾ തോട്ടമുണ്ടാക്കി. വനം വെട്ടി തോട്ടമുണ്ടാക്കിയാൽ അത് മണ്ണിന് വ്യത്യാസം വരും. ഒരു മരം, വലിയ മരം വീണാൽ അല്ലെങ്കിൽ മറിച്ച് വെട്ടിയാൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പ്, മരത്തിന് ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലൂടെ ഈ അതിവർഷം പെയ്താൽ വരാം. അപ്പൊ അതിവർഷം ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിവർഷം ഉണ്ടായാൽ അവിടെയാണല്ലോ നമ്മൾ ചെയ്യണത്. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യാണ്, നമ്മൾ എന്തിനാ സീറ്റ് ബെൽറ്റ് ഇടണേ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കണേ? അപകടം ഉണ്ടായാൽ അല്ലേ? അങ്ങനെയല്ലേ? അപകടം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല, ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിച്ച് ഓടിക്കും, ശ്രദ്ധിച്ചൊക്കെ ഓടിക്കും. എന്നാലും നമ്മൾ വിചാരിക്കാത്ത അപകടം നമുക്കുണ്ടാവാം. അങ്ങനെ വന്നാൽ അതിൻ്റെ സുരക്ഷയ്ക്കാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അതുപോലെയാണ് പ്രകൃതിയുടെ നമ്മുടെ ഓരോ ഇടപെടലും ഒരു സീറ്റ് ബെൽറ്റാണ്. നിങ്ങൾ മല സംരക്ഷിക്കണം, തീരെ സംരക്ഷിക്കണം, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കണം, നിങ്ങൾ ചതുപ്പ് നിലങ്ങൾ സംരക്ഷിക്കണം. അതിനൊക്കെ നിയമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. വനം സംരക്ഷിക്കാനും ചതുപ്പ് നിലം സംരക്ഷിക്കാനും നെൽപ്പാടം സംരക്ഷിക്കാനൊക്കെ നിയമമുണ്ട്. തീരദേശം സംരക്ഷിക്കാനും നിയമമുണ്ട്. പക്ഷെ നിയമങ്ങൾ പലപ്പോഴും നമ്മൾ പാലിക്കാറില്ല വികസനത്തിൻ്റെ പേരിൽ. അപ്പോൾ വികസനം സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഏത് വികസനം, സുഖം, സൗകര്യം, സന്തോഷം, സ്വാദ്, സൗന്ദര്യം, നമ്മൾ എന്തിനാ വികസനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ? സുഖത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സ്വാദിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടിയൊക്കെയല്ലേ നമ്മൾ വികസനം ഉണ്ടാവണേ, അല്ലേ? ആ വികസനം ഉണ്ടാക്കുമ്പോൾ അത് നാം നിൽക്കുന്ന തറ തകർത്ത് കളയുന്നതാണോ, നമ്മുടെ സർവൈവൽ, നിലനിൽപ്പ് സാധ്യമാക്കുന്നതാണോ എന്ന് എപ്പോഴെങ്കിലും ഒരു സംശയം വന്നാൽ, അതാണ് പരിസ്ഥിതി നിയമങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നറിയും. സുപ്രീം കോടതി ഏറ്റവും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്നാണ്, മുൻകരുതൽ തത്വം. എന്താ തത്വം? ഞാനൊരു കാര്യം ചെയ്യുന്നു, ഒരു അപകടം ഉണ്ടാവും എന്ന് ഇയാൾ പറയുന്നു, അപ്പൊ ഞാനത് പരിശോധിക്കുന്നു. അപകടം ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യാവൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപകടം ഉണ്ടാവുമെന്ന് സംശയം വെച്ച് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്താ കാര്യം? അപകടം ഉണ്ടായാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ? നമ്മൾ ഒരു അപകടം, ഒരു മല ഇടിച്ചു വീഴ്ത്തി, മറ്റേ എന്താ പറയുക, പാറ എടുത്തു, മണ്ണെടുത്തു, അവിടെ വലിയ ഉരുൾപൊട്ടലുണ്ടായി. പിന്നെ തിരിച്ചാ മല ഉണ്ടാക്കാൻ പറ്റുമോ? തിരിച്ചാ മല നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും, തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത. ഇപ്പൊ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇറിവേഴ്സിബിൾ പ്രോസസ്. ചില കാര്യങ്ങൾ റിവേഴ്സിബിൾ ആണ്, ചില കാര്യങ്ങൾ ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ആയ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? പിന്നെ നിങ്ങൾക്ക് അത് വയ്ക്കാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റില്ല. ഒരു കുന്നിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കുന്നു പറ്റും. ഓക്കെ, യെസ്. പ്രകൃതി ദുരന്തം കൂടുതലായി ഏറ്റെടുക്കുന്നത് സാധാരണക്കാരാണ്. എന്നാൽ വികസനത്തിന്റെ നേട്ടവും ലാഭവും മറ്റൊരു വിഭാഗത്തിനാണ് കൈവശപ്പെടുന്നത്. ഈ വൈരുദ്ധ്യത്തെ സർ എങ്ങനെ വിലയിരുത്തും? ഇത് ഞാൻ ആദ്യം തുടങ്ങുന്നത് നിങ്ങളുടെ ആ ബ്രോഷറിൽ മഹാത്മാഗാന്ധിയുടെ പടമാണ് ഇട്ടുള്ളത്. ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം എന്താണെന്നറിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊന്നുമല്ല, അതൊക്കെ പിന്നെ പറഞ്ഞത്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഇതാണ്: ലാസ്റ്റ് മാൻ ഇൻ ദ ക്യൂ. വരിയിൽ അവസാനം നിൽക്കുന്നവന് കൂടി നീതി കിട്ടുന്നില്ല എങ്കിൽ അത് അനീതിയാണ്. ഏറ്റവും നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഭരണാധികാരികൾ, ഞങ്ങൾ എങ്ങനെയപ്പോൾ ഒരു നയം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുക? ഗാന്ധിയുടെ ഉത്തരങ്ങളെല്ലാം വളരെ ലളിതമാണ്. ഗാന്ധി പറഞ്ഞു, അത് വളരെ വിഷമല്ലേ, നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, നിങ്ങളോട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുന്നു, ഇത് ചെയ്താൽ ഈ രാജ്യത്തെ ഏറ്റവും ദുർബലനായ മനുഷ്യന് അത് ഗുണമാണെങ്കിൽ അത് ചെയ്യുക. അയാൾക്ക് നമ്മൾ നോക്കുമ്പോഴേ ഈ ഇരിക്കുന്നതിലൊരു 80% കുട്ടികൾക്കും ഗുണമുണ്ട്, ഒരു 20% ദുരന്തം. അത് ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും ദുർബലനായ മനുഷ്യൻ. നമ്മുടെ പ്രശ്നം, നമ്മളിപ്പോഴും ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊരു മാർക്കറ്റ് വ്യവസ്ഥയിലാണ് ജീവിക്കണേ. എന്താ മാർക്കറ്റ് വ്യവസ്ഥ എന്നറിയാം? വളരെ ലളിതമായി പറയാം. നമുക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ആദ്യം പോകുക എവിടെയാണെന്നറിയാം? പോക്കറ്റില്ല. കാശുണ്ടോ എന്നറിയാം അല്ലേ? കാശുകൊണ്ട് ഇതുവരെ ആരെങ്കിലും വിശപ്പ് മാറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഞാനൊരു $100 തരാം, നിങ്ങളുടെ വിശപ്പ് മാറുമോ? $1000 എന്ന വിശപ്പ് മാറുമോ? ഇല്ല, ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾക്കൊരു ധൈര്യമുണ്ട്. എന്താ? ഞാൻ ഈ $100 കൊണ്ട് കോട്ടയ്ക്കൽ പോയാൽ
എനിക്ക് ഭക്ഷണം കിട്ടും എന്നൊരു ധൈര്യം നിങ്ങൾക്കുള്ളതുകൊണ്ടല്ലേ. ആ ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നത് ആരാ? മാർക്കറ്റാണ്. മാർക്കറ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വെള്ളം കിട്ടാൻ ഞാനൊരു 25 കൊല്ലം മുമ്പ് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന് തലക്കെട്ട് ഇതായിരുന്നു: പെരുമഴയത്ത് കുട പിടിച്ച് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന മലയാളി. പെരുമഴയത്ത് കുട പിടിച്ചു പോയി കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന മലയാളി. ഞാനിത് എഴുതി കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ എന്നെ ചീത്ത പറഞ്ഞു. പിന്നെ പെരുമഴയത്ത് കുപ്പിവെള്ളം വാങ്ങി കുടിക്കാൻ പോലെ മലയാളി ഇവിടെ 20 കൊല്ലം മുമ്പാട്ടെ. ഈ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. അതവർ എന്നെ വലിയ പറയാത്ത ചീത്തയല്ലേ, നിങ്ങൾ പരിസ്ഥിതി മൗലികവാദിയാണ്, പരിസ്ഥിതി തീവ്രവാദിയാണ്, കേരളത്തിൽ ഇത്രയും മഴയുണ്ട്, പുഴയുണ്ട്, വെള്ളമുണ്ട്, കിണറുണ്ട്. ആരടാ ഈ കുപ്പിവെള്ളം വാങ്ങി കുടിക്കാൻ പോണേ കേരളത്തില്? കേരളത്തിൽ ആരും കുപ്പിവെള്ളം കുടിക്കും? നിങ്ങൾ ആളെ പേടിപ്പിക്കരുത്. ഇന്നിപ്പോ നിങ്ങൾ ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും അത്ഭുതം ഉണ്ടാവുമോ? പ്രളയകാലത്ത് പോലും നമ്മൾ കുടിക്കാൻ കുപ്പിവെള്ളം തേടിപ്പോയവരാണ് നമ്മൾ. പ്രളയം വീട് ഇതിൽ മുങ്ങി നിൽക്കുക, വീട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുക. ഞാൻ രക്ഷിക്കാൻ പോയിട്ടുള്ള ആളാ ബോട്ടിൽ. അവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കണം എന്താ അറിയോ? വെള്ളം ഉണ്ടോന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ പാത്രം ഒന്ന് മലത്തി വെച്ചാൽ മതി, മഴ പെയ്തുകൊണ്ടിരിക്കുക, ആ വെള്ളം കുടിച്ചൂടെ? നമുക്ക് പറ്റില്ല. കുപ്പിവെള്ളം നമുക്ക് വളരെ സേഫാണ്. കാരണം മാർക്കറ്റ് പറയുന്നു കുപ്പിവെള്ളം നല്ലതാണ് എന്ന്. മാർക്കറ്റ് ഫിലോസഫി. ഞാനൊരു വേറെ ഉദാഹരണം പറയാം. ഞാനിവിടെ കുട്ടികളുടെ കുറേ ഡ്രസ്സ് വെച്ചിരിക്കുന്നു. ഒന്നും തുറന്നു കാണിക്കില്ല, പക്ഷെ എല്ലാത്തിൻ്റെ പുറത്തും വിലയിട്ടുണ്ട്. ഒരു ഡ്രസ്സിന് 1000, ഒരെണ്ണത്തിന് 1500, ഒരെണ്ണത്തിന് 800, ഒരെണ്ണത്തിന് 300, ഒരെണ്ണത്തിന് 2500. നിങ്ങൾക്ക് എടുക്കുക, ഏത് വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ആദ്യം വന്നെടുക്കുക വില കൂടിയ സാധനമല്ലേ. എന്താ കാര്യം? വില കൂടിയ സാധനം നല്ലതാണ് എന്ന് നമ്മളെ ആരോ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വില കൂടിയ സാധനം നന്നായിക്കൊള്ളുന്നില്ല. മാത്രമല്ല, മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കോമ്പറ്റീറ്റീവാണ് ജീവിതം എന്ന് നമ്മളെ പഠിപ്പിക്കണമെന്നുള്ളത്. മനുഷ്യ ജീവിതം കോമ്പറ്റീറ്റീവ് അല്ല. ചില കാര്യങ്ങൾ നമ്മൾ കോമ്പറ്റ് ചെയ്യും. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു രാജ്യം തമ്മിൽ, അർജന്റീനയും ബ്രസീലോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്നു, കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കോമ്പറ്റീഷനിൽ 2 പേരും നശിക്കുന്നില്ല. ഒരാൾ ജയിക്കുന്നു, ഒരാൾ തോൽക്കുന്നു, തോറ്റാൾ വീട്ടിൽ പോകുന്നു, അല്ലേ? പക്ഷേ ഈ കോമ്പറ്റീഷനിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കണേ. ആണോ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാൾസ് ഡാർവിൻ കേട്ടിട്ടുണ്ടോ? പരിണാമ സിദ്ധാന്തം. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലെ ഒരു കഷ്ണമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് മനുഷ്യരെ പറ്റിയല്ല, മനുഷ്യനില്ലാത്ത സമൂഹത്തെ പറ്റിയാണ് അത് പറയണേ. മനുഷ്യനെ പറ്റി ചാൾസ് ഡാർവിൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഡാർവിൻ അവിടെയോട്ട് എത്തിയിട്ടില്ല. പക്ഷേ നമ്മളത് മനുഷ്യ സമൂഹത്തിൽ പ്രയോഗിക്കും. എങ്ങനെയാത്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ശേഷിയുള്ള അതിജീവിക്കും. ഞാൻ കുറേ സാധനം നിങ്ങൾക്ക് എറിഞ്ഞു തരും. നിങ്ങളുടെ ഭക്ഷണം ഞാനിങ്ങനെ എറിഞ്ഞു തരിക. കുറേ ആൾക്ക് കിട്ടും, കുറേ ആൾക്ക് കിട്ടില്ല. കിട്ടാത്തൊരു പോട്ടെന്നേ, എന്ത് ചെയ്യാൻ പറ്റും? എന്നല്ല, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നത് മനുഷ്യ സമൂഹം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇതാണ് ഗാന്ധിയൻ തിയറി. എന്താ തിയറി? ഇപ്പം നിങ്ങളുടെ വീടെന്ന് വയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു ഉപ്പാപ്പയുണ്ട്, ഒരു ഉമ്മാമ്മയുണ്ട്, അവർക്ക് ചിലപ്പോൾ 80-90 വയസ്സായിട്ട്. നിങ്ങളുടെ ഫാദറും മദറും ഉണ്ട്, അവർക്ക് ഒരു 50-55 അല്ലെങ്കിൽ 40-50 വയസ്സായിട്ട്. നിങ്ങൾ 15-12, 15, 18 വയസ്സുള്ള കുട്ടികളുണ്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് വീട്ടിലൊന്ന് ഏർപ്പെടുത്തി നോക്കിയേ. വീട്ടിൽ നിങ്ങൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് പറഞ്ഞേ. ശേഷിയുള്ളവർക്ക് മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ. ശേഷിയില്ലാത്തവർക്ക് കിട്ടില്ല. ഉപ്പാപ്പും ഉമ്മാമയും തീരും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മിടുക്കന്മാരാണ്, നിങ്ങളുടെ ഫാദറിനും മദറിനും കിട്ടൂല, നിങ്ങൾ തന്നെ എടുത്ത് കഴിക്കും. അവർ പിന്നെ പോട്ടെ എന്ന് പറയും. വീട്ടിലൊരു ഗർഭിണിയുണ്ട്, ഒരു രോഗിയുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ വീട്ടിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണോ നോക്കുക. ആർക്കാ ആദ്യം ഭക്ഷണം കൊടുക്കുക? ആർക്കാ ആദ്യം ഭക്ഷണം കൊടുക്കുക? ഏറ്റവും ശക്തിയുള്ള ആൾക്കാ? ഏറ്റവും വീക്കസ്റ്റ് അല്ലേ? ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ, ഒരു രോഗി ഉണ്ടെങ്കിൽ, ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ, ഇത്തിരി പ്രായമായ ആളുകളുണ്ടെങ്കിൽ, വൃദ്ധരുണ്ടെങ്കിൽ, എന്താ കാര്യം? അവർക്ക് പുറത്തു പോയി കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നല്ല ശക്തിയുള്ള ആളാണ്, ഞാൻ പറയും ഞാൻ നിങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി നീ കഴിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും, എന്നെ ഭക്ഷണം കുറയ്ക്കാൻ പറ്റും, എനിക്ക് വേറൊരാളടുത്ത് പോയി ചെയ്യാൻ പറ്റും. അപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, സർവൈവൽ ഓഫ് ദ വീക്കസ്റ്റ് ആണ് സാമൂഹ്യ നിയമം. മനസ്സിലേ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് തെറിവാക്കാണ്.
മനുഷ്യ സമൂഹത്തിലുള്ള ബാക്കിയല്ല അത്. അങ്ങനെയാണ് ഒരു വീട് പോലും ഉണ്ടാവില്ല, ഒരു നാട് പോലും ഉണ്ടാവില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഈ നാടുണ്ടാവും. ഏറ്റവും ശക്തിയുള്ളവൻ ബാക്കിയുള്ളവരെ കിട്ടിച്ച് വീഴ്ത്തി പോവുകയാണെങ്കിൽ അങ്ങനെ നാടുണ്ടാവും. അങ്ങനെയല്ലല്ലോ. ഇനി സ്പീഡ്, നമ്മുടെ വികസനത്തിന്റെ ഒരു കാര്യം സ്പീഡാണല്ലോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനം സ്പീഡ്. നമ്മളൊക്കെ സ്പീഡ് ഇഷ്ടമാണ്. നിങ്ങൾ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ഒരു 50 കുട്ടികൾ മല കയറാൻ പോകും. മല കാണാൻ, കാട് കാണാൻ നിങ്ങൾ പോകും. എല്ലാ കുട്ടികൾക്കും ഒരു സ്പീഡല്ലല്ലോ. ഇവിടെ ചിലപ്പോൾ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് ഓടാനും പറ്റുന്ന ആളുണ്ടാവും, ചാടാനൊക്കെ കുറച്ച് കുട്ടികളുണ്ടാവും. വേറെ കുറച്ച് കുട്ടികൾ സാധാരണ കുട്ടികളായിരിക്കും. 2 കുട്ടികൾ കാലിന് ഒരല്പം ചലഞ്ചുള്ള കുട്ടികളാണ്. നോക്കിയാൽ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ വല്ല വീണിട്ടായിരിക്കും, ചിലപ്പോൾ അവർ ജന്മന ഉള്ളതായിരിക്കും, എന്തോ ആവട്ടെ. ഈ നല്ല സ്പീഡുള്ള ആൾ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിൽ നടക്കും. മറ്റുള്ള ആളുകൾ മണിക്കൂറിൽ ഒരു 3 കിലോമീറ്റർ വേഗതയിൽ നടക്കും. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറിൽ 1/2 കിലോമീറ്റർ വേഗതയിൽ നടക്കാൻ പറ്റും. നോക്കിയാൽ ഈ 2 കുട്ടികൾ, ആ ഗ്രൂപ്പിന്റെ സ്പീഡ് എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? 6 കിലോമീറ്റർ ആണോ, ആവറേജ് 3 കിലോമീറ്റർ ആണോ, 1/2 കിലോമീറ്റർ ആണോ? ആലോചിച്ചു, പറയാൻ പറ്റില്ലേ? 1/2 കിലോമീറ്റർ അല്ലേ? അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവുമോ? കുറെ ആൾ മുമ്പ് പോകും, കുറെ ആൾ പിന്നീ പോകും. നിങ്ങളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ 30 പേര് ഒന്നിച്ച് പോകണമെന്നാ അല്ലേ? അപ്പൊ ഒരു സ്പീഡ് എന്താ? 1/2 കിലോമീറ്റർ. സ്ലോവസ്റ്റ് ആളുടെ സ്പീഡാണ് ഒരു സമൂഹത്തിന്റെ സ്പീഡ്. അതാണ് ഗാന്ധി പറഞ്ഞത്, നിങ്ങളുടെ മുന്നിൽ കാണാവുന്ന ഏറ്റവും ദുർബലനായ മനുഷ്യന് ഗുണമാണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. വളരെ ക്ലിയർ ആണ്. അങ്ങനെ തന്നെയും പോയിട്ടുള്ളൂ. വീട്ടിൽ നിങ്ങൾ ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അവിടെ ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മോശമാവും. അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ആയ ലേഡി ഉണ്ട്, ചിലപ്പോൾ വേറൊരു പേഷ്യൻ്റ് ഉണ്ട്. നിങ്ങൾ വീട്ടിൽ സിഗരറ്റ് വലിക്കുമോ? ഇല്ലല്ലോ, വലിക്കില്ല. കാരണം എന്താ? ഏറ്റവും വീക്കസ്റ്റ് ആയ ആൾക്ക് പറ്റില്ല. അവിടെ ഞാൻ അത് ചെയ്യില്ല, ഞാൻ വേണിപ്പോൾ പുറത്തു പോയി വലിക്കായിരിക്കും ആരെങ്കിലും. സിഗരറ്റ് വലിക്കുന്ന ഗുണമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ ഫിലോസഫി. അതുകൊണ്ട് വികസനം എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം, നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ അളവ് മനുഷ്യത്വപരമല്ല, അത് പലപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പോൾ രാജ്യത്ത് വികസനം ഉണ്ടാവുന്ന ഒരു മന്ത്രി പറയണത് എങ്ങനെയാണെന്നറിയാം? ഇവിടെ GDP കൂടിയെന്നാ, രാജ്യത്ത് ഉൽപ്പാദനം കൂടി. ഞാൻ വളരെ ലളിതമായ ഇവിടുത്തെ ധനകാര്യമന്ത്രി, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, ഞാൻ അദ്ദേഹത്തിന് ഒരു പണി പറഞ്ഞോളാം. കേരളത്തിലെ GDP കൂട്ടാൻ ഞാനൊരു പണി പറഞ്ഞു. കേരളത്തിലെല്ലാവരും കുപ്പിവെള്ളം മാത്രം കുടിക്കാൻ തീരുമാനിച്ചാൽ മതി. എല്ലാവരും കുപ്പിവെള്ളം കുടിക്കാൻ തീരുമാനിച്ചാൽ മതി. 3.5 കോടി ജനങ്ങൾ ദിവസം 5 ലിറ്റർ വീതം കുപ്പിവെള്ളം, എത്ര ലിറ്റർ കുപ്പിവെള്ളമായി? അതിന് 20 രൂപ വെച്ച് വിലയിട്ട് കേരളത്തിൽ ആ കുപ്പിവെള്ളം ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിന്റെ GDP തമിഴ്നാട് GDP ഒക്കെ കൂടും. അങ്ങനെ പറ്റുമോ? അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും കുപ്പിവെള്ളം കുടിക്കാൻ പറ്റില്ല. കുറേ ആൾ കുടിക്കും, കുറേ ആൾ കുടിക്കില്ല. കുറേ ആൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, വെള്ളം കിട്ടില്ല. ഇനി മനുഷ്യന്റെ മാത്രം കാര്യമല്ല, ചെടികൾക്ക് ആരെങ്കിലും കുപ്പിവെള്ളം വെച്ച് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമോ? ആനയ്ക്ക് ആരെങ്കിലും കുപ്പിവെള്ളം വാങ്ങി കുടിക്കാൻ കൊടുക്കുമോ? ആനയ്ക്ക് വെള്ളമില്ല. ആനയ്ക്ക് വെള്ളമില്ല എന്ന് വെച്ചാൽ പശുവിന് വെള്ളമില്ല, ആടിന് വെള്ളമില്ല, നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് വെള്ളമില്ല, പൂച്ചയ്ക്ക് വെള്ളമില്ല. ആരെങ്കിലും കുപ്പിവെള്ളം മേടിച്ച് ആടിന് കൊടുക്കുമോ? കൊടുക്കൂലല്ലോ. 20 രൂപ കുപ്പിവെള്ളം മേടിച്ച് ആടിന് വെള്ളം കൊടുക്കുമോ? അപ്പൊ ആടുണ്ടാവില്ല, പശു ഉണ്ടാവില്ല, സസ്യങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ അതല്ല വികസനം. അതുപോലെ രോഗികൾ കൂടുതലുണ്ടായാൽ രാജ്യത്ത് GSDP കൂടും, GDP കൂടും. കാരണം എന്താ? നമ്മളിപ്പോൾ സാധാരണ ഒരു ദിവസം 50 രൂപയുടെ ഭക്ഷണവും ചെലവോ കഴിയണമെന്ന് ഇരിക്കുക. ഒരു രോഗിയായാലും എൻ്റെ 500 രൂപയാവും. രാജ്യത്ത് വികസനം കൂടും രോഗി ഉണ്ടായാലും. അതുകൊണ്ട് വികസനം എന്ന വാക്ക് അത് ഈ പറഞ്ഞതുപോലെ സ്പീഡായാലും സുഖമായാലും സൗകര്യമായാലും സൗന്ദര്യമായാലും സ്വാദായാലും അത് സാമൂഹ്യമായൊരു വാക്കാണ്, അത് എക്കണോമിക് ആയൊരു വാക്കല്ല. വികസനത്തിന് എക്കണോമിക് ആവുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന പ്രശ്നങ്ങൾ വരും. സംവിധാനങ്ങൾ, ഇന്റർലോക്കിംഗ് സംവിധാനങ്ങൾ എന്ന് മാത്രമല്ല, നമ്മുടെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ജലത്തിന്റെ വഴികളെ തടയുന്നതാണ് എന്നും
വെള്ളം ഭൂമിയിൽ വീണാൽ പരമാവധി വെള്ളം ഭൂഗർഭത്തിലേക്ക് പോകുന്നതാണ് ശരിയെന്നുമാണ്. അങ്ങനെ സ്ഥല കേരളം. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്താ? ധാരാളം മഴ കിട്ടും, ആ ഭൂമിയിലേക്ക് പോവും. നമുക്ക് ഏറ്റവും കുറവ് ഭൂഗർഭ ജലമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കാരണം കേരളത്തിൽ ധാരാളം മഴയുണ്ട്. ധാരാളം മഴയുള്ള എടുത്ത് പ്രകൃതിയിൽ ഭൂഗർഭജലം കുറയും. അപ്പം ഈ വീഴുന്ന വെള്ളമാണ് പതുക്കെ ഭൂഗർഭജലമാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരുവിയാവുന്നത്, ഉറവയാവുന്നത്, നദിയിലെത്തുന്നത്, കുളത്തിലെത്തുന്നത്, കിണറിലെത്തുന്നത്. ഇതല്ലാണ്ടായി എന്ത് പറ്റും? ഇത് ഭൂമിയിലേക്ക് താഴില്ല, ഇത് ഒലിച്ചു പോവും. ഒലിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുക? വെള്ളം പോകാത്ത സ്ഥലത്തേക്ക് വെള്ളം എത്തും. അത് വിമാനത്താവളമാവും, റോഡാവാം, തോടാവാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രെയിനേജ് സംവിധാനങ്ങൾ, ഈ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പരിമിതി. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു രക്തക്കുഴൽ, നമ്മൾ പറയില്ലേ ഈ ആളുകൾ ബ്ലോക്ക് ഉണ്ടെന്ന് കേട്ടില്ലേ? ബ്ലോക്ക് ഒരിടത്ത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് എന്താ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്? രക്തമൊഴുകുന്ന കുഴലിൽ തടസ്സം വരുന്നതാണ്. ഒരു കുഴലിൽ ആർട്ടറിയിലോ വെയിനിലോ ഒരു തടസ്സം വന്നാൽ നമ്മൾ എന്ത് പറയും? ഭയങ്കര രോഗം കേട്ടോ, ബ്ലോക്കാണ്, 4 ബ്ലോക്ക് ഉണ്ട് അയാൾക്ക്. അപ്പം നമ്മൾ ആൻജിയോ ബ്ലാസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതിനെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി വേണം. ഈ ഭൂമിയും നമ്മുടെ പോലൊരു ശരീരമാണ്. അതിലെ രക്തമാണ് നമ്മൾ ഈ ഒഴുകുന്ന വെള്ളം. ഈ വെള്ളം സ്വാഭാവികമായി ഒഴുകാതിരുന്നാൽ ഭൂമിയിൽ ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്കാണ് ഇയാൾ ചോദിച്ച സംഗതി. വെള്ളം ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോവും, ആവശ്യമുള്ള സ്ഥലത്ത് വെള്ളം കിട്ടില്ല. അപ്പോൾ വെള്ളം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചെന്നാൽ അത് പ്രളയമാണ്. ആവശ്യമുള്ള സ്ഥലത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് വരൾച്ചയാണ്. ഒരേ സമയം ഇത് രണ്ടും ഉണ്ടാവും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സിനിമാ തിയേറ്ററിൽ ന്യൂസ് റീൽ എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ പോകാറില്ല. ന്യൂസ് റീൽ അന്ന് ഇന്നത്തെ മാതിരി TV ഒന്നുമില്ല. അപ്പോൾ പഴയ ന്യൂസൊക്കെയാണ്. അപ്പോൾ അതിൽ സ്ഥിരം കാണിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ബീഹാറിൽ വെള്ളപ്പൊക്കം ഈ ആഴ്ച ചെല്ലുമ്പോൾ, അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ ബീഹാറിൽ വരൾച്ച. ഒരാഴ്ച കൊണ്ട് വെള്ളപ്പൊക്കം വരൾച്ചയായി. അതാണ് നമ്മുടെ ഭൂമിയുടെ കുഴപ്പം. വെള്ളപ്പൊക്കം ഭൂമി വെള്ളം ശേഖരിച്ചു വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വരൾച്ച വരും. നമ്മുടെ ഈ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകൃതിയുടെ സ്വാഭാവികമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാവരുത്. അതുകൊണ്ടാണ് ഇന്റർലോക്ക് ഇടുമ്പോഴും, എല്ലാ സ്ഥലത്തും ഇന്റർലോക്ക് ഇടണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇന്റർലോക്ക് ഇടുമ്പോഴും ആ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇന്റർലോക്ക് ഇടാൻ പറ്റും. ഇത്തരം ശാസ്ത്രീയ റിപ്പോർട്ടുകൾ വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് സർക്കാർ? അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ഗാർഗിൽ റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമായിരുന്നു. അതിന്റെ പ്രധാന ശുപാർശ ഒരു സമയത്ത് നടപ്പാക്കുമെങ്കിൽ അതൊരു പരിധിവരെ കുറയ്ക്കാമായിരുന്നു എന്ന് സർക്കാർ കരുതുന്നില്ലേ? ഞാൻ ഗാഡ്ഗിൽ റിപ്പോർട്ട്, യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് ആദ്യത്തെ റിപ്പോർട്ടല്ല. കേരളത്തിന്റെ പശ്ചിമഘട്ടം ദുർബലമാണ് എന്ന് ഇതിനു മുമ്പ് തന്നെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഗാഡ്ഗിലിൻ്റെ പേരാണ്. കാരണം ഗാഡ്ഗിലാണ് സമഗ്രമായി കേരളത്തിൽ മാത്രമല്ല, കേരളം, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ, തമിഴ്നാട്, ആന്ധ്ര, അവിടെ വരെയുള്ള ആ പശ്ചിമഘട്ടത്തിനെ പറ്റി മുഴുവൻ ചർച്ച ചെയ്ത് പഠിച്ചത്. ഞാൻ വളരെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ പശ്ചിമഘട്ടം ദുർബലമാണ്, സുന്ദരവുമാണ്. സുന്ദരവും ദുർബലവുമായ പശ്ചിമഘട്ടത്തിലെ എങ്ങനെ സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിലിൻ്റെ. നമ്മുടെ നാട്ടിൽ അത് വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഗാഡ്ഗിൽ റിപ്പോർട്ട് കർഷകനെതിരാണ് എന്ന രൂപത്തിലാണ് വന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കർഷകർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് കർഷകനെതിരല്ല. ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഉദാഹരണത്തിന് കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാന ഇരകളാരാന്നറിയോ? കർഷകർ തന്നെയാണ്. കാരണം കാലാവസ്ഥ മാറിയാൽ അവരുടെ കൃഷി മുടങ്ങും, അല്ലേ? മഴ കിട്ടുന്നിടത്ത് മഴ കിട്ടില്ല, വെയിൽ കിട്ടുന്നിടത്ത് വെയിൽ കിട്ടില്ല. കാലാവസ്ഥ മാറിയാൽ ആരാ ഏറ്റവും ആദ്യം ദുരന്തം അനുഭവിക്കുക? കർഷകരാണ്. പക്ഷെ കർഷകർക്ക് അത് അന്ന് മനസ്സിലായില്ല. കാലാവസ്ഥാ മാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പശ്ചിമഘട്ടം എത്രത്തോളം സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒരു ഒത്തുതീർപ്പ് റിപ്പോർട്ടാണ്. പോട്ടെ, ഗാഡ്ഗിൽ റിപ്പോർട്ട് എങ്ങനെ നടപ്പാക്കാതിരിക്കണം എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ. നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയരുത്. കസ്തൂരിരംഗൻ അശാസ്ത്രീയ റിപ്പോർട്ടുമാണ്. അതല്ല, ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ ശാസ്ത്രീയം. ആ റിപ്പോർട്ട് നടപ്പാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ
തുടങ്ങിയിരുന്നുവെങ്കിൽ തീർച്ചയായും പശ്ചിമഘട്ടത്തിലെ പല ദുരന്തങ്ങളും നമുക്ക് അതിൻ്റെ ആഘാതം ഞാൻ ദുരന്തം ഒഴിവാകുമെന്ന് പറയില്ല, ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആക്സിഡൻറ്റ് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ എന്നാലും ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആഘാതം കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? സീറ്റ് ബെൽറ്റ് വേണം, ഹെൽമെറ്റ് വേണം, ഈ വ്യക്തിക്ക് ആരോഗ്യം വേണം. അതാണ് ഗാഡ്ഗിൽ പറഞ്ഞത്, നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ വേണം. നമ്മൾ പശ്ചിമഘട്ടത്തിൽ ഹെൽമെറ്റ് ഇടണമെന്നല്ല, പശ്ചിമഘട്ടത്തിന് അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ വേണം. അതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. അത് വളരെ വലിയ വിഷയമാണ്. അതിനെ എതിർക്കാൻ കാരണം യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് വലിയൊരു ഭാഗം ജനങ്ങൾ. ഇപ്പോൾ ആളുകൾ അത് കുറേശ്ശെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കർഷകരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തത് മണ്ടത്തരമായി പോയി എന്ന് വയനാട്ടിലെ കർഷകർ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള സംഘർഷമൊക്കെ ഗാഡ്ഗിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഏതായാലും ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ചയ്ക്ക് പറ്റി. ഇനിയിപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നല്ല, ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലും കാലഹരണപ്പെട്ടു പോയി. കാരണം ഗാഡ്ഗിൽ ഇത് എഴുതുന്ന കാലത്ത് കാലാവസ്ഥാ മാറ്റം ഇത്ര രൂക്ഷമായിരുന്നില്ല. അതുപോലും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. സോഷ്യൽ സയൻസിന്റെ അല്ലെങ്കിൽ ഡെമോക്രസിയുടെ സിവിക്സിന്റെ ഒരു മെയിൻ ഭാഗമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തില് സാറിന്റെ ഒരു വീക്ഷണത്തില് കേരളത്തിന്റെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത എന്തെങ്കിലും പ്രോജക്ട്സ് പ്രകൃതിക്ക് ഹാംഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്? മിക്കവാറും എല്ലാ ഗവൺമെന്റുകളും ലോഞ്ച് ചെയ്യുന്ന പ്രോജക്റ്റും ഈ ആസ്പെക്ട് ശ്രദ്ധിക്കാത്തതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, ആവാസ വ്യവസ്ഥ, സാമൂഹ്യാവസ്ഥ, സാമ്പത്തിക ശേഷി, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു പ്രോജക്റ്റ് എടുക്കാവൂ. ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ഞാൻ നേരത്തെ വയനാട് തുരങ്കത്തിൻ്റെ കാര്യം പറഞ്ഞു. തുരങ്കപാത വേണോ വേണ്ടിയോ എന്ന തർക്കത്തിലല്ല, തുരങ്കപാത സസ്റ്റെയിൻ ചെയ്യുമോ എന്ന തർക്കത്തിലാണ് ഞാനുള്ളത്. അല്ലെങ്കിൽ എത്ര കാലം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തുരങ്കം കുറേ അങ്ങ് പണിത് പോയി, അതങ്ങ് ഇടിഞ്ഞു, എന്ത് സംഭവിക്കുന്ന നിങ്ങൾ വിചാരിച്ച്? മഹാദുരന്തമായിരിക്കും. ഇടിയില്ല എന്നൊരു കാര്യത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ആ മണ്ണ്, അവിടെ സോയിൽ പൈപ്പിംഗ് നടക്കുന്ന മണ്ണിടിയുന്ന സ്ഥലമാണ് വയനാട്. അതാണ് പ്രശ്നം. അപ്പോൾ ഒരുപാട് പദ്ധതികൾക്കെതിരെ, ഇപ്പോൾ ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി, മുമ്പ് എക്സ്പ്രസ് ഹൈവേ വന്നു, അതുപോലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പ്ലാച്ചിമടയിൽ കൊക്കോകോള കമ്പനി വന്നപ്പോൾ, അല്ലെങ്കിൽ എൻഡോസൾഫാൻ തളിച്ച ആളുകളുടെ ദുരന്തം നമ്മൾ കാണുമ്പോൾ, നമ്മുടെ നാട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തനി അൺസയൻറ്റിഫിക് പ്രോജക്റ്റുകൾ 10 സ്ഥലത്ത് കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് പൂട്ടി. 10 സ്ഥലത്ത്. ഇതൊക്കെ നമ്മൾ എതിർത്ത തെറ്റായിരുന്നു ആ പരിപദ്ധതി. അത് തിരുവനന്തപുരത്ത് വെളപ്പിൽശാല മുതൽ കണ്ണൂർ ചേളോര വരെ, കോഴിക്കോട് ഞെളിയൻപറമ്പ്, തലശ്ശേരി വെട്ടിപ്പാലം, മറ്റേ തൃശ്ശൂർ ലാലൂർ, അങ്ങോട്ട് പോയാൽ എറണാകുളം ബ്രഹ്മപുരം, അങ്ങനെ ആലപ്പുഴ, എല്ലാ സ്ഥലത്തും നഗരത്തിലെ മാലിന്യം മുഴുവൻ ഗ്രാമത്തിൽ കൊണ്ടിടുന്നു. നഗരക്കാർക്ക് നല്ല സുഖമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി എൻ്റെ വേസ്റ്റ് ഞാൻ ത്രോ എവേ, അത് ഇയാളുടെ വീടിന് മുമ്പിലായിരിക്കും, ഇയാളുടെ വീടിന് നിയറായിരിക്കും. ഞാൻ ത്രോ എവേ ആവുമ്പോൾ എൻ്റെ എവയാണ് ഇയാളുടെ വീട്, പക്ഷേ തങ്ങൾക്കത് നിയറാണ്. അപ്പോൾ ഒരു കേരളത്തിൽ അങ്ങനെ ഗ്രാമം തന്നെയില്ല. വലിയ ജനസാന്ദ്രതയുണ്ട് കേരളത്തിൽ. ഒരുപാട് മഴ കിട്ടുന്നുണ്ട്. കേരളത്തിലെ ഭക്ഷണ രീതി വ്യത്യാസമുണ്ട്. കേരളത്തിലെ മാലിന്യത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. സ്വഭാവം വ്യത്യാസമുണ്ട്. ഇതനുസരിച്ചിട്ട് വേണം കേരളത്തിൽ മാലിന്യ പദ്ധതി ഉണ്ടാകാൻ. അതുപോലെ നിരവധി, ഇപ്പോൾ കേരളയിൽ പോലൊരു പദ്ധതി വന്നപ്പോൾ നമ്മളതിനെ എതിർത്ത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം, സാമൂഹ്യ പ്രത്യാഘാതം കണ്ടുകൊണ്ടാണ്. നിങ്ങളോടൊരു കണക്ക് ചോദിക്കട്ടെ, ചെറിയ കണക്കാ. ഒന്നും എത്രയാണ് ഉറപ്പ്? നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിച്ചിട്ടില്ലേ? എത്ര പേര് വായിച്ചിട്ടുണ്ട്? ബാല്യകാല സഖി എന്നുള്ള സിനിമ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? വൈക്കം ബാല്യകാല സഖി നോവൽ വായിച്ചിട്ടില്ല? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ഒന്നും എത്രയാണ്? അപ്പോൾ അതിൽ മജീദ് പറയുന്ന ഒരു ഉത്തരമുണ്ട്. എന്താ അറിയോ? ഇമ്മണി ബല്യൊന്നും, അല്ലേ? അത് ശരിയാണോ? അപ്പോൾ ഒന്നൊന്ന് രണ്ടാന്ന് പറഞ്ഞതോ? ഒരാൾ പറഞ്ഞു ഒന്നൊന്ന് രണ്ടാന്ന്, ഒരാൾ പറഞ്ഞു ഒന്നൊന്ന് ഉമ്മണി വല്യൊന്ന്. ഈ രണ്ടുത്തരവും ശരി. ഒന്ന് മാത്രമല്ല ശരി. എന്നാ ബഷീർ അത് പറയുന്നുണ്ട്, ഒരു പുഴയും മറ്റൊരു പുഴയും ചേരുമ്പോൾ
ഒരു ഇമ്മിണി വലിയ പുഴയാണ് ഉണ്ടാവുക, അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കണക്ക് ചോദിക്കട്ടെ. 100-ൽ 1 പോയാൽ എത്രയാണ്? 100-ൽ 1 പോയാൽ ഉറപ്പാണ് 99, അല്ലേ? സംശയമില്ല. കുസൃതി കണക്കൊന്നുമല്ല, അങ്ങനെയൊന്നും വേണ്ട. 1 മാച്ച് കളഞ്ഞാൽ 0ആണ്, പോട്ടെ. പക്ഷെ 100-ൽ 1 പോയാൽ 0 വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? 100 കേട്ടിട്ടുണ്ടോ? പറയ്, ഉണ്ടോ? നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാനലിസ്റ്റുകൾ 100-ൽ 1 പോയാൽ 0 കേട്ടില്ലേ? ആർക്കും വേണ്ടി പറയും. പാനലിസ്റ്റുകൾ 100-ൽ 1 പോയാൽ 0 എപ്പോഴാണെന്നറിയോ? ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരു മരത്തിൽ 100 കിളിയിരിക്കുന്നു. ഒരു കിളിയെ ഞാൻ വെടിവെച്ച് വീഴ്ത്തി, ബാക്കി മരത്തിൽ എത്ര കിളി ഉണ്ടാവും? ഒന്നേ പോയിട്ടില്ല, ഒറ്റ കിളിയെ വെടിവെച്ചിട്ടുള്ളൂ. ഈ ഒരു മരത്തിൽ 100 കുപ്പി വെച്ചിരിക്കുന്നു. ഞാനൊരു കുപ്പി വെടിവെച്ച് വീഴ്ത്തി, ബാക്കി എത്ര കുപ്പി ഉണ്ടാവും? 100 കുപ്പി തൂക്കിയിട്ടിരിക്കുന്നു. ഒരു കുപ്പി ഞാൻ വെടിവെച്ച് വീഴ്ത്തി, ബാക്കി എത്ര കുപ്പി ഉണ്ടാവും? 99. തീർന്നില്ല. ചോദ്യത്തിന്റെ 3ാമത്തെ ചോദ്യം വരണുള്ളൂ. ഒരു മരത്തിൽ ഞാൻ 100 കെ കെട്ടി തൂക്കി, 100 കെ വെച്ചിരിക്കുന്നു. കെ ആൾജിബ്ര പഠിച്ചിട്ടില്ലേ? കെ എക്സ് എന്ന് പറയണ പോലെ 100 കെ വെച്ചിരിക്കുന്നു. ഒരു കെ ഞാൻ വെടിവെച്ച് വീഴ്ത്തി, ബാക്കി എത്ര കെ ഉണ്ടാവും? ബുദ്ധിമുട്ടും. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് കെ സമം കുപ്പി നിട്ടാൽ ഉത്തരം 99. കെ സമം കിളി നിട്ടാലോ? കെ കുപ്പിയാണെങ്കിൽ 99, കെ കിളിയാണെങ്കിലോ 0. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് പറ്റണേ? നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. എന്താ കാര്യം? കുപ്പിയാണെങ്കിൽ അത് ഒരെണ്ണം വെടിവെച്ചാലും ബാക്കിയുള്ളത് പറന്നു പോകില്ല, അവിടെ ഇരിക്കും. കിളിയാണെങ്കിൽ ഒരെണ്ണത്തിന് വെടിവെച്ചാൽ പറന്നു പോകും. നിങ്ങൾക്ക് കണക്കറിയാത്തതുകൊണ്ടല്ല, കണക്കിനപ്പുറത്ത് കുറെ കാര്യം നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ട്, അല്ലേ? കണക്ക് മാത്രമല്ല, നിങ്ങൾക്ക് കണക്ക് മാത്രമേ അറിയുള്ളൂ നോക്കിയ. കിളിയെ പറ്റി അറിയാത്ത ഒരാളോട് ചോദിക്കുക. ഞാൻ ആഫ്രിക്കൻ ഭാഷയിൽ കിളിക്ക് കുണു എന്നാണ് പേര് നോക്കിയ. ഒരു മരത്തിൽ 100 കുണു വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒരെണ്ണം വെടിവെച്ച് വെച്ച് എങ്ങനെ പറ്റും? നിങ്ങൾക്കറിയില്ലേ കിളിയാന്ന്? നിങ്ങൾ 99 പറയും. ഇവിടെയാണ് പരിസ്ഥിതി ജ്ഞാനത്തിന്റെ പ്രത്യേകത. നിങ്ങളൊരു കാര്യം ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ ആ സാധനം മാത്രമല്ല നിങ്ങൾ തുടരണേ. നിങ്ങളൊരു കുഴി ഒഴിക്കുന്നു, നിങ്ങളൊരു മരം വെട്ടുന്നു, നിങ്ങളൊരു വേസ്റ്റ് ഇടുന്നു, നിങ്ങളൊരു വെള്ളം ഒഴിക്കുന്നു, നിങ്ങളല്ലെങ്കിൽ വെള്ളം കളയുന്നു. നിങ്ങൾ ചെയ്യുന്നത് ആ പ്രശ്നം മാത്രമല്ല, മറ്റൊരുപാട് പേരെ ബാധിക്കുന്ന വിഷയമായി അത് മാറുന്നു എന്നറിയണം. അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ഇത്തിരി വേസ്റ്റ് ഇട്ടാൽ എന്താ കുഴപ്പം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വളരെ ദൂരെ കൊണ്ട് വേസ്റ്റ് ഇടും. അത് ഇയാളുടെ അടുത്തായിരിക്കും, ഇയാളുടെ വീടിൻ്റെ അടുത്തായിരിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണ്. അപ്പം ഇയാൾക്കത് ദൂരെയല്ല ആണോ? അപ്പം എൻ്റെ ഒരു പ്രവൃത്തി, അതിനൊരു ആ യുക്തിയാണ് ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങൾ പഠിക്കേണ്ടത് കേവലം ഒരു യുക്തിയല്ല. 1 എപ്പോഴും 2 പഠിക്കേണ്ട. ചിലപ്പോൾ ഇമ്മിണി വലിയൊന്നാവുമെന്നും പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വിവേകം, അല്ലെങ്കിൽ ജ്ഞാനം, അല്ലെങ്കിൽ അതാണ് പഠിക്കുന്നത് നമ്മൾ. അതിന് നമ്മൾ വെറുതെ 1, 2 പഠിക്കാൻ ഇങ്ങോട്ട് വരണ്ട, എവിടെ ഇരുന്ന് പഠിക്കാം. നിങ്ങളിതൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഈ ഇതുപോലെയുള്ള സംഗതികൾ ചെയ്യുന്നത് 1 എപ്പോഴും 2 എന്നൊരാൾ പറഞ്ഞാൽ അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ആലോചിക്കാൻ. അതാണ് സയൻറ്റിഫിക് തിങ്കിങ്. നിങ്ങൾ സയൻസ് പഠിക്കുന്നതിനാണ്. സയൻസ് അങ്ങനെയാണ്. ഓരോ പുതിയ കാര്യവും അതുവരെ നമ്മുടെ യുക്തി തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് സയൻസ് മുമ്പോട്ട് പോവുക. ഏതായാലും നിങ്ങളുടെ സാമൂഹ്യമായും ശാസ്ത്രീയമായും ഒക്കെയുള്ള നിങ്ങളുടെ ഈ പ്രവർത്തനം എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നിങ്ങൾക്ക് മറുപടി പറയാനാണ് ഞാൻ വന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എനിക്ക് മറുപടി പറയുകയാണ് ചെയ്തത്. നല്ല കാര്യം. എല്ലാവർക്കും, എൻ്റെ സംഘാടകർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഇനിയും കാണാം. ബൈ. ഇപ്പോൾ നമുക്കൊരു പേടിക്കുന്നതാണല്ലോ. ആ ഡാമിന് വേണ്ടി എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? മുല്ലപ്പെരിയാർ തന്നെ വേണമെങ്കിൽ ഒരു ദിവസം സംസാരിക്കാവുന്ന വിഷയമാണ്. അത് ഞാൻ ഗത 25-30 കൊല്ലമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സത്യസന്ധമായി നമ്മുടെ സർക്കാരുകൾ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടിട്ടില്ല എന്നാണ് അതിൽ ഒറ്റ വാക്ക്. ശാസ്ത്രീയമായി പരിഹരിക്കണമെങ്കിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരും എന്ന് പറയുന്നു. പുതിയ ഡാം വരില്ല.
കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ പുതിയ ഡാമിനെ കുറിച്ച് പറയാം. പുതിയ ഡാം വരാനുള്ള ഒരു സാധ്യതയില്ല. അതെനിക്ക് കാരണങ്ങളുണ്ട്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, നിയമപരമായ കാരണങ്ങളുണ്ട്, പാരിസ്ഥിതികമായ കാരണങ്ങളുണ്ട്, സാമ്പത്തികമായ കാരണങ്ങളുണ്ട്. അപ്പോൾ വേറെന്താണ് മാർഗം എന്നന്വേഷിക്കാൻ ഞാൻ സുപ്രീം കോടതിയിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള കേസിൽ കക്ഷി ചേർന്ന ആളാണ്. അതിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് എനിക്ക് അനുകൂലമായിട്ട്. അതിൽ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ 155 അടി വരെ വെള്ളം ഉയർത്താവുന്ന ഡാമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് സ്ഥലം വാടകയ്ക്കെടുത്ത് തമിഴ്നാട് ഒരു ഡാം പണിത് ആ ഡാമിൽ വീഴുന്ന വെള്ളം കൊണ്ടുപോവുകയാണ് തമിഴ്നാട്. ഇപ്പോൾ അവരുടെ 6 ജില്ലകൾക്ക് കൃഷിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇത് 1896 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 130 വർഷമായ ഡാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 130 വർഷം. ഒരു ഡാമും 130 വർഷം നിൽക്കുമെന്ന് നമുക്കറിയില്ല. അവരത് ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു. അതൊക്കെ തർക്കമാണ്. നമ്മൾ ആവശ്യപ്പെട്ടത് ആ ഡാം ജലനിരപ്പ് താഴ്ത്തി അപകടാവസ്ഥയ്ക്ക് താഴെ കൊണ്ടുവന്ന് തമിഴ്നാട് വെള്ളം താഴെ ലെവലിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇത്രയും ഉയരത്തിലേക്കുള്ള ഡാമിൽ താഴെ ഒരു ടണലിട്ട് വെള്ളം കൊണ്ടുപോയി തമിഴ്നാടിന് കൊണ്ടുപോയാൽ ഇതിൽ നിരപ്പ് കുറയ്ക്കാൻ പറ്റും. നിരപ്പ് കുറച്ചാൽ അപകടം ഉണ്ടാവില്ല, വെള്ളമില്ല. ഈ ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടും കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയം ചർച്ചയ്ക്ക് പോലും എടുക്കാതിരിക്കുന്നത് കാരണം ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അത് പറഞ്ഞാൽ വേറെ കുറെ പറയേണ്ടി വരും. സത്യസന്ധമായി മുല്ലപ്പെരിയാറിന് സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു പരിഹാരമുണ്ട്. അതൊരു പുതിയ ഡാം പണിതുമില്ല, ഡാം പൊട്ടിച്ചു കളയലുമല്ല, ഒന്നുമല്ല. അത് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾ, ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ജനറേഷൻ ആകുമ്പോഴേക്കും കുറച്ചുകൂടി വിവരമുള്ള ആളുകളൊക്കെ, കുറച്ചുകൂടി സാമൂഹ്യ ബോധമുള്ള ആളുകൾ വരും. അങ്ങനെ വന്നാൽ അതിനു മുമ്പ് മുല്ലപ്പെരിയാർ പൊട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല പരിഹാരം ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ എക്കാലത്ത് നിൽക്കുന്ന ഒരു കണക്കില്ലാത്ത സാധനമാണെന്നും അത് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള ധാരണ നിങ്ങൾ മാറ്റുക. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. വെള്ളമുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല വെള്ളം, എനിക്ക് ആ വെള്ളം കിട്ടുന്നത് മറ്റൊരാൾ ഒഴിവാക്കിയ വെള്ളമാണ് എന്നും മറ്റുള്ളവർക്കും ഈ വെള്ളം ആവശ്യമുണ്ടെന്നും വിചാരിക്കുക. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ ഉപയോഗം കുറയും. വെള്ളത്തിന് ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം. രണ്ടാമത്, ഇപ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നത് ഒന്നുകിൽ ഏതെങ്കിലും പ്രകൃതി വിഭവം ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡാം നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ കൽക്കരി കത്തിയിട്ടാണ് ഇപ്പോൾ കൂടുതലുണ്ടാകുന്നത്. ഞാൻ ഒരല്പം വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചാൽ ലോകത്ത് അത്രയും ആഗോള താപനം കുറയും, എൻ്റെ വീട്ടിലെ ബില്ലും കുറയും. അല്ലേ? നമ്മൾ അനാവശ്യമായി ഒരു ലൈറ്റ് ഇടാൻ പാടില്ല, അനാവശ്യമായി ഒരു ഫാൻ കറങ്ങാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ ഫാൻ ഇട്ടിട്ട് പോയി TV കാണാതിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു TV യിൽ കണ്ടാൽ നമ്മൾ TV കാണാതിരിക്കും, ഫാനോടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. ഞാൻ പറഞ്ഞത് ചുരുക്കം, വെള്ളമായാലും വൈദ്യുതി ആയാലും കടലാസായാലും ഉടുപ്പായാലും ഒരാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഗാന്ധി പറഞ്ഞു അതാണ്, എല്ലാവരുടെയും ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്, ഒരാളുടെ പോലും അത്യാഗ്രഹത്തിനുള്ള വിഭവങ്ങളില്ല. നീഡ് ആൻഡ് ഗ്രീഡ് എന്നാണ് ഗാന്ധി ഉപയോഗിച്ച വാക്ക്. നിങ്ങൾക്ക് നീഡ് ഉണ്ടാകാം, പക്ഷെ ഗ്രീഡ് പാടില്ല, അത്യാഗ്രഹം. അത് പരമാവധി ഒഴിവാക്കുക, ചെയ്യാവുന്ന ഒരു കാര്യം. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മാത്രമല്ല, ഈ നാട്ടിലെ മരങ്ങൾ, ചെടികൾ, കിളികൾ, ബട്ടർഫ്ലൈസ്, ഉറുമ്പുകൾ, എല്ലാ ജീവികൾക്കും കൂടി ജീവിക്കാനുള്ള സ്ഥലം അത്. മറ്റു മനുഷ്യർക്കും, മനുഷ്യനങ്ങനെയല്ല. അപ്പോൾ മറ്റു ജീവികൾ വേണ്ട, ചില ആളുകൾ തന്നെ ഈ രാജ്യത്ത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്, അല്ലേ? ചിലതരം ആളുകൾ ഇവിടെ വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റാളുകൾ നമ്മുടെ ഭാഗമാണ്. ഇപ്പം ഈ റൂമിലിരിക്കുന്നു, നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് ഒരു വായുവാണ്, അല്ലേ? നിങ്ങൾ ശ്വസിക്കുന്ന വായു ഞാൻ ശ്വസിക്കുന്നു, ഞാൻ പുറത്തു വിടുന്ന വായു നിങ്ങൾ ശ്വസിക്കുന്നു.
നമ്മളൊക്കെ തന്നെ വായുവാൽ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അത് നമ്മൾ അറിയണം. അതറിയുന്നതാണ് ഏറ്റവും വലിയ പരിസ്ഥിതി ജ്ഞാനം. പിന്നെ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ഞാനത് പറയുന്നില്ല. വേസ്റ്റ് നിങ്ങൾ പുറത്തിടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ ഉപയോഗം വിഷയങ്ങളിൽ നിങ്ങൾ ഉണ്ടാവുക. അതൊരു വലിയ സന്ദേശമാണ് കൊടുക്കാൻ കഴിയുന്നത്. ഗാന്ധിയെക്കുറിച്ചൊരു കഥയുണ്ട്. ഗാന്ധിക്ക് ഒരു കുട്ടി ഒരു പെൻസിൽ കൊടുത്തു. ഗാന്ധി ഇങ്ങനെ കുറ്റിയായിട്ട് പെൻസിൽ കൊണ്ട് എഴുതി. അവസാനം ഈ കുറ്റി എവിടെ വെച്ച് മറന്നുപോയി. ഒരു ദിവസം ഒരാൾ വന്നപ്പോൾ ഗാന്ധി എഴുതാൻ കൊടുത്തപ്പോൾ ഗാന്ധി അന്വേഷിച്ചുകൊണ്ട് കിടക്കുക ഈ കുറ്റി പെൻസിൽ. അതെന്താന്ന് ചോദിച്ചു, അതേ ആ കുറ്റി പെൻസിൽ എന്തിനാ ഞാൻ കളയണേ? അപ്പൊ ഗാന്ധിക്ക് 100 പേരോടെ ആളുണ്ട്. ഗാന്ധി പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ പെൻസിൽ എനിക്കുണ്ട്, അത് മതി. ഞാൻ പറഞ്ഞത് അത്തരം വിശ്വാസങ്ങൾ നമ്മളിന്ന് മാറ്റുക. ആ മാറ്റലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാവുന്ന, പരിസ്ഥിതിയോട് ചെയ്യാവുന്ന കാര്യം. അതിന് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, സുഖം, സൗകര്യം, സന്തോഷം, സ്വാദ്, സൗന്ദര്യം, ഇതൊക്കെ ഈ ഭൂമിയെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെന്നറിഞ്ഞാൽ ഈ ഭൂമി സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് വരും. ഓക്കെ.